ദിവ്യ അല്ലേ? ആ, അത് പറഞ്ഞപ്പോഴാ ഓർമ്മ വന്നേ. നമ്മൾ ആലോചിച്ച കുട്ടിയുടെ പേരെന്തായിരുന്നു? ധന്യ അല്ലേ? രാമേട്ടൻ അവരോട് വിളിച്ചു പറഞ്ഞോ ആവോ? അമ്മ പറഞ്ഞു. അവനൊന്നും പറഞ്ഞില്ല. നേരായി, ഞാൻ പോവാണ് പറഞ്ഞുകൊണ്ട് അവൻ മുറ്റത്തേക്കിറങ്ങി ബൈക്കിനരികിലേക്ക് നടന്നു. അവൻ ബൈക്കെടുത്ത് പോകുന്നത് വരെ അമ്മ അവനെയും നോക്കി ആ ഉമ്മറത്തങ്ങനെ നിന്നു. സതീഷിനെ വിളിച്ചപ്പോൾ അവൻ ബസ്സിൽ കയറിക്കോളാമെന്ന് സമ്മതിച്ചു. ഇനി ഓണർ രാജീവിനെ വിളിക്കണം. അജിത്ത് ഫോണെടുത്ത് അയാളെ വിളിച്ചു. രാജീവേട്ടാ, ഞാൻ വിളിച്ചത് എനിക്ക് നാളെ ലീവ് വേണമായിരുന്നു. അത്യാവശ്യമായിരുന്നു, അജിത്ത് പറഞ്ഞു. എന്താടാ, എന്തു പറ്റി? അയാൾ ചോദിച്ചു. ബാങ്കിലൊന്ന് പോകണം, വേറെയും ഒന്നു രണ്ടിടത്ത് പോകാനുണ്ട്, അവൻ പറഞ്ഞു. എടാ ശരിയാ, പക്ഷേ ഈ സമയത്ത് വിളിച്ച് നാളെ വണ്ടിയിൽ കയറണമെന്ന് പറഞ്ഞാൽ അവൻ സമ്മതിക്കുമോ? അയാൾ ചോദിച്ചു. അത് ഞാൻ സതീശേട്ടനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. സതീശേട്ടൻ നാളെ കയറിക്കോളും. അവൻ അത് പറഞ്ഞപ്പോൾ രാജീവേട്ടൻ സമ്മതിച്ചു. ആ, എന്നാ പിന്നെ നീ ലീവ് എടുത്തോ, അവൻ കയറിക്കോളും. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കി. അത് പറഞ്ഞുകൊണ്ട് അയാൾ ഫോൺ വെച്ചു. രാത്രി ഉറങ്ങാൻ കിടന്നപ്പോഴാണ് അജിത്തിൻ്റെ ഫോൺ റിങ് ചെയ്തത്. അവൻ ഫോൺ എടുത്തു നോക്കി. ശരത്താണ്. ഇന്ന് പെണ്ണു കാണാൻ പോയിട്ടുണ്ടാകും, അത് പറയാൻ വിളിക്കുന്നതാകും, അവൻ ഓർത്തു. ഒരു പുഞ്ചിരിയോടെ അവൻ കോളെടുത്ത് കാതോട് ചേർത്തു. ആ ശരത്തെ, പറയടാ, ഫോൺ എടുത്തുകൊണ്ട് അജിത്ത് പറഞ്ഞു. നീ ഉറങ്ങിയിരുന്നോ? ശരത്ത് ചോദിച്ചു. ഇല്ല, കിടന്നതേയുള്ളൂ, അവൻ പറഞ്ഞു. ആ പിന്നെ ഞാൻ വിളിച്ചതേ, ഇന്ന് ഞാനും രാമേട്ടനും കൂടി ആ കുട്ടിയെ കാണാൻ പോയിരുന്നു, ശരത്ത് പറഞ്ഞു തുടങ്ങി. ആണോ? എന്നിട്ട് എങ്ങനെയുണ്ട്? നിനക്കിഷ്ടായോ? അജിത്ത് ചോദിച്ചു. നല്ല കുട്ടിയായിരുന്നില്ലേ? പിന്നെ നീ ഇതെന്താ വേണ്ടെന്ന് പറഞ്ഞേ? എന്താടാ, എന്തു പറ്റി നിനക്ക്? അതു കേട്ട് അജിത്ത് ഒന്ന് ചിരിച്ചു. എന്നിട്ട് നിനക്കിഷ്ടായോ? അതു പറ, അജിത്ത് അവനോട് ചോദിച്ചു. അതല്ലേ പറഞ്ഞത്, നല്ല കുട്ടിയാണെന്ന്. പിന്നെ നീ ഇതെന്താ വേണ്ടെന്ന് പറഞ്ഞേ? ശരത്ത് വീണ്ടും ചോദിച്ചു. അങ്ങനെ ചോദിച്ചാ കാരണമൊന്നും എനിക്കറിയില്ലടാ. എന്തോ ഇപ്പോൾ ഇതൊന്നും വേണ്ടെന്ന് മനസ്സ് പറഞ്ഞു. കുറച്ചുകൂടെ കഴിയട്ടെ, നോക്കാം. ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെ എപ്പോഴാ? നിനക്ക് പ്രായം 21 അത് മനസ്സിലാക്കിക്കോ അജിത്തെ. ഇനിയുള്ള കാലത്ത് നമ്മളെപ്പോലെയുള്ളവർ ഇങ്ങനെ പെണ്ണു കണ്ട് നടക്കലേ ഉണ്ടാകൂ. അപ്പോൾ ശരിയായി വന്നത് കെട്ടുക എന്നല്ലാതെ. അജിത്തെ, ഒന്നുകൂടി നീ ചിന്തിക്കി. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്കിത് നോക്കാമെടാ. ഞാൻ പോയി പെണ്ണു കണ്ടതൊന്നും നീ കാര്യമാക്കണ്ട. ശരത്ത് കാര്യമായി തന്നെ പറഞ്ഞു. അവനിപ്പോഴും എന്തോ വല്ലാത്തൊരു കുറ്റബോധം തോന്നുകയാണ്. അജിത്തിന് കിട്ടേണ്ട എന്തോ താൻ സ്വന്തമാക്കുകയാണെന്ന പോലെ. അവൻ പറഞ്ഞത് കേട്ട് അജിത്ത് ഒന്ന് ചിരിച്ചു. എൻ്റെ ശരത്തെ, നിനക്ക് വേണമെങ്കിൽ നീ ഇവളെ കെട്ടിക്കോ. നീ വേണ്ടെന്ന് വെച്ചാലും ഇല്ലെങ്കിലും എന്തായാലും ഞാൻ ഇവളെ കെട്ടാൻ പോകുന്നില്ല. അത് ആ കുട്ടിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. പണ്ടായിരുന്നേൽ ഇത് നടന്നേനെ. പക്ഷേ ഇപ്പോൾ എന്തോ, കല്യാണത്തെക്കുറിച്ച് തൽക്കാലം ഞാൻ ചിന്തിക്കുന്നില്ല, അജിത്ത് പറഞ്ഞു. എന്താടാ, എന്തു പറ്റി? നിന്റെ മനസ്സിലെന്താ? ശരത്ത് ചോദിച്ചു. അജിത്തിൻ്റെ സംസാരത്തിൽ നിന്നും ശരത്തിന് എന്തൊക്കെയോ വെല്ലായ്മ തോന്നുന്നുണ്ടായിരുന്നു. എൻ്റെ മനസ്സിലെന്ത്? ഒന്നുമില്ല, അജിത്ത് ഒരു ചിരിയോടെ തന്നെ പറഞ്ഞു. ശരത്തൊന്ന് മൂളി. അല്ല, എന്നിട്ട് എങ്ങനെയാ കാര്യങ്ങൾ? അജിത്ത് വീണ്ടും ചോദിച്ചു. അവര് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. രാമേട്ടൻ പറഞ്ഞത് ഇത് നടക്കുമെന്നാ. പിന്നെ അന്വേഷിച്ചാലും എന്നെപ്പറ്റി നല്ലതേ ആളുകൾക്ക് പറയാനുണ്ടാവുള്ളൂ. അവസാന വാചകം പറയുമ്പോൾ ശരത്ത് ചിരിച്ചു. അതെ അതെ, അജിത്തും അതിനൊന്ന് ചിരിച്ചു. എടാ, അപ്പോൾ ഞാൻ ഇതുമായി മുൻപോട്ട് പോകുകയാണേ, ഒരിക്കൽ കൂടി ശരത്ത് അജിത്തിനോട് പറഞ്ഞു. അത് തന്നെയല്ലേ പൊട്ട ഞാൻ നിന്നോടും പറയുന്നേ. ധൈര്യമായിട്ട് ഇതുമായി മുൻപോട്ട് പോയിക്കോ, അജിത്ത് പറഞ്ഞു. എന്നാ ഞാൻ പോയി ഞങ്ങളുടെ ഭാവി ജീവിതം ഒന്ന് പ്ലാൻ ചെയ്യട്ടെ, ഒരു ചിരിയോടെ ശരത്ത് പറഞ്ഞു. ചെല്ല് ചെല്ല്, അജിത്തും ഒരു ചിരിയോടെ തന്നെ ഫോൺ വെച്ചു. നാളെ ബാങ്കിൽ പോകണം, പൈസ എടുക്കണം, അവർക്കത് കൊണ്ടു കൊടുക്കണം. അവർക്ക് അങ്ങനെയെങ്കിലും കുറച്ചൊരു സമാധാനം കിട്ടട്ടെ, തനിക്കും. ആ സമയം അവൻ്റെ ചിന്തകൾ അതായിരുന്നു. എന്നാ ശരി അമ്മേ, ഞാൻ ഇറങ്ങുക. ബാങ്കിൽ ചെന്ന് പൈസ എടുത്ത് അവർക്ക് കൊടുത്തിട്ടേ ഞാൻ വരുള്ളൂ. വരുമ്പോൾ എന്തേലും വാങ്ങിക്കണോ? അവൻ ചോദിച്ചു. ഒന്നും വേണ്ടടാ, അത്യാവശ്യം വേണ്ടതെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്, അമ്മ പറഞ്ഞു. അവനൊന്ന് മൂളി. എന്തേലും ആവശ്യമുണ്ടേൽ വിളിച്ചോ, അതും പറഞ്ഞ് അവൻ അവിടെ നിന്നും ബൈക്ക് എടുത്തുകൊണ്ട് പോയി. അവൻ പോകുന്നതും നോക്കി അമ്മ അങ്ങനെ നിന്നു.
എന്തോ അവരെങ്ങനെ അവനോട് പെരുമാറുമെന്നോർത്ത് ഇതുവരെ തോന്നിയിരുന്നൊരു പേടി അവർക്കിപ്പോൾ തോന്നുന്നില്ലായിരുന്നു. ബാങ്കിൽ നിന്നും പൈസ എടുത്ത ശേഷം അവൻ അവളുടെ വീട്ടിലേക്ക് തിരിച്ചു. പോകുന്ന വഴിക്ക് അവൻ കുറച്ച് ഫ്രൂട്ട്സും ബേക്കറി ഐറ്റംസും വാങ്ങിയിരുന്നു. അതും വാങ്ങി ബൈക്കിലേക്ക് കയറാൻ ഒരുങ്ങുമ്പോഴാണ് തൊട്ടടുത്ത കടയിൽ ഡിസ്പ്ലേക്ക് വെച്ചിരുന്ന പാവക്കുട്ടിയെ അവൻ കണ്ടത്. എന്തോ അതവൻ്റെ കണ്ണിലുടക്കി. ആ സമയം അവൻ്റെ ഉള്ളിലേക്ക് ഓടി വന്നത് അവളുടെ തോളിൽ കിടന്നുറങ്ങിയ ആ കുഞ്ഞു മാലാഖക്കുട്ടിയുടെ മുഖമാണ്. അവൻ പതിയെ ആ കടയിലേക്ക് നടന്നു. തിരിച്ചവിടെ നിന്നും ഇറങ്ങുമ്പോൾ അവൻ്റെ കയ്യിൽ ആ പാവക്കുട്ടി ഉണ്ടായിരുന്നു. കൂടെ ചുണ്ടിലൊരു നേർത്ത പുഞ്ചിരിയും. അവൻ്റെ വണ്ടി ആ വീടിനു മുൻപിൽ വന്നു നിന്നതും അവനൊന്ന് അവിടേക്ക് നോക്കിക്കൊണ്ട് തന്നെ വണ്ടിയിൽ നിന്നും ഇറങ്ങി. ഉമ്മറത്തെ വാതിൽ ഇന്നും അടഞ്ഞു കിടപ്പാണ്. അവൻ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചു. അല്പസമയത്തിനകം ആ ഉമ്മറവാതിൽ തുറന്നു വന്നു. വാതിൽ തുറന്നത് മുൻപിൽ നിൽക്കുന്ന അജിത്തിനെ കണ്ട് അവളൊന്ന് ഞെട്ടി. സത്യം പറഞ്ഞാൽ അവനെ അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. മെനഞ്ഞാന്ന് വന്നു പോയിട്ടല്ലേ ഉള്ളൂ. ഇനി വരുമെന്ന് പോലും അവൾ പ്രതീക്ഷിച്ചതല്ല. തന്നെ നോക്കി ഞെട്ടലോടെ നിൽക്കുന്ന അവളെ അവനൊന്ന് നോക്കി ചിരിച്ചു. അവളുടെ ഇടുപ്പിൽ ആ കുഞ്ഞിപ്പെണ്ണ് ഇരിക്കുന്നുമുണ്ട്. അന്ന് വന്നപ്പോൾ പെണ്ണ് നല്ല ഉറക്കമായിരുന്നല്ലോ. ഇന്ന് കറുത്ത ഉണ്ട കണ്ണുകൾ വിടർത്തി അവനെ നോക്കുന്നുണ്ട്. അവന് ആ കുഞ്ഞിനോട് വല്ലാത്ത വാത്സല്യം തോന്നിപ്പോയി. വരൂ, അകത്തേക്കിരിക്കാം. നിങ്ങളാണെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. ഞാൻ കരുതിയത് ബാങ്കിൽ നിന്നായിരിക്കുമെന്നാ. അതും പറഞ്ഞുകൊണ്ട് അവൾ മുൻപിൽ അകത്തേക്ക് നടന്നതും അവൾക്ക് പിറകെ അവനും അകത്തേക്ക് നടന്നു. ഇത് കുറച്ച് ഫ്രൂട്ട്സും ബേക്കറി പലഹാരവുമാണ്. ഹാളിലെ കസേരയിലേക്കിരിക്കുമ്പോൾ കയ്യിൽ കരുതിയിരുന്ന കവർ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു. അപ്പോഴാണ് അവൾ അവൻ്റെ കൈകളിലേക്ക് ശ്രദ്ധിച്ചത് എന്നതാണ് സത്യം. ഇതൊന്നും വേണ്ടിയിരുന്നില്ല, അവൾ പറഞ്ഞു. അജിത്ത് അതിനൊന്നും പറഞ്ഞില്ല. അവൻ്റെ നോട്ടം അപ്പോഴും അവളുടെ കയ്യിലിരിക്കുന്ന ആ കുഞ്ഞിപ്പെണ്ണിലായിരുന്നു. പെണ്ണാണെങ്കിലോ അമ്മയുടെ തോളിലേക്ക് തല ചേർത്ത് വെച്ച് അവനെ തന്നെ നോക്കി കിടക്കുകയാണ്. അവൻ കുഞ്ഞിനെ തന്നെ നോക്കിയൊന്ന് കണ്ണു ചിമ്മി. അതു കണ്ടതും അവൾ അമ്മയുടെ തോളിലേക്ക് തന്നെ മുഖം പൂഴ്ത്തി. അജിത്തിന് ചിരി വന്നു. അവൻ കുഞ്ഞിപ്പെണ്ണിനെ തന്നെ സൂക്ഷിച്ചു നോക്കി. അപ്പോഴാണ് കുഞ്ഞ് പതിയെ തലയുയർത്തി അവനെ ഒന്ന് നോക്കിയത്. തന്നെ തന്നെ നോക്കിയിരിക്കുന്ന അവനെ കണ്ട് അവൾ വീണ്ടും അമ്മയുടെ തോളിലേക്ക് മുഖം പൂഴ്ത്തി. അജിത്തിന് ആ കുഞ്ഞിപ്പെണ്ണിനോട് വല്ലാത്ത വാത്സല്യം തോന്നിപ്പോയി. അവളെ ഒന്ന് വാരിയെടുക്കാൻ അവന് കൊതി തോന്നി. അവൻ അവൾക്ക് നേരെ കൈ നീട്ടിയതും അവൾ അമ്മയുടെ തോളിലേക്ക് ഒന്നുകൂടി പറ്റിക്കിടന്നു. അതു കണ്ട് അജിത്ത് ഒരു ചിരിയോടെ കൊണ്ടുവന്ന കവറിൽ നിന്നും ആ പാവക്കുട്ടി കയ്യിലെടുത്തു. അത് കാണിച്ചു കൊടുത്തുകൊണ്ട് അജിത്ത് പറഞ്ഞു, എൻ്റെ അടുത്ത് വന്നാൽ ഞാനിത് തരാം. കുഞ്ഞിപ്പെണ്ണ് അവനെയും അവൻ്റെ കയ്യിലിരിക്കുന്ന പാവക്കുട്ടിയെയും മാറി മാറി ഒന്ന് നോക്കി. അവൾക്ക് ആ പാവക്കുട്ടിയെ വേണമെന്നുണ്ട്. പക്ഷേ അജിത്തിനെ ആദ്യമായി കാണുന്നത് കൊണ്ട് തന്നെ അവൻ്റെ അരികിലേക്ക് പോകാനും വയ്യ. അന്ന് വന്നപ്പോൾ പെണ്ണ് നല്ല ഉറക്കമായിരുന്നല്ലോ. ഇത് വേണോ? വേണമെങ്കിൽ എൻ്റെ അടുത്ത് വാ, മാമൻ ചോദിക്കട്ടെ, അജിത്ത് വീണ്ടും പറഞ്ഞു. കുഞ്ഞിപ്പെണ്ണ് അവളുടെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. ചെല്ല്, നല്ല മാമനാ, അവൾ പറഞ്ഞു. അതു കേട്ട് അവൻ അവളെ ഒന്ന് നോക്കി. അവൾ പക്ഷേ അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നില്ല. ചെല്ല്, അമ്മ ഇവിടെ തന്നെ ഉണ്ടല്ലോ, അവൾ പറഞ്ഞതും കുഞ്ഞ് പതിയെ തലയാട്ടി. ഇവിടെ ഇതുപോലെ ആരും വരാറില്ലല്ലോ, അതുകൊണ്ട് അവൾക്ക് വരാനൊരു മടി, പറഞ്ഞുകൊണ്ട് അവൾ ചെന്ന് കുഞ്ഞിനെ അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അവൻ പാവക്കുട്ടിയെ മേശപ്പുറത്ത് വെച്ച ശേഷം കുഞ്ഞിനെ കൈ നീട്ടി വാങ്ങി തൻ്റെ മടിയിലേക്കിരുത്തി. അവന് വല്ലാത്ത സന്തോഷം തോന്നിയിരുന്നു ആ നിമിഷം. ഒരു മാലാഖ കുഞ്ഞ് പോലൊരു കുഞ്ഞിപ്പെണ്ണ്. അവൻ്റെ കണ്ണുകൾ ആ കുഞ്ഞിൻ്റെ മുഖത്താണെങ്കിൽ കുഞ്ഞിപ്പെണ്ണിൻ്റെ കണ്ണുകൾ മേശപ്പുറത്തിരിക്കുന്ന ആ പാവക്കുട്ടിയിലാണ്. അതറിഞ്ഞെന്ന പോലെ അവൻ വേഗം പാവക്കുട്ടിയെടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. അവളുടെ കുഞ്ഞിക്കണ്ണുകൾ വിടർന്നു. അവൾ ആ പാവക്കുട്ടിയെ ആകെ മൊത്തം ഒന്ന് നോക്കി, പിന്നെ പൊട്ടിച്ചിരിച്ചു. അജിത്ത് അതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവന് കൗതുകമായി. അവൻ കുഞ്ഞിനെ തന്നെ ഒന്ന് നോക്കി. അവൾ തനിക്ക് കിട്ടിയ സമ്മാനത്തിൽ മതിമറന്നു നിൽക്കുകയാണ്. അജിത്ത് ദിവ്യയെ ഒന്ന് നോക്കി. ദിവ്യയും കുഞ്ഞിനെ തന്നെയാണ് നോക്കി നിൽക്കുന്നത്. അവളുടെ ചുണ്ടിലൊരു ചിരിയുണ്ടെങ്കിലും കണ്ണുകൾ നിറഞ്ഞു വരുന്നത് പോലെ അവന് തോന്നി. അവൾക്ക് അത്രയും സന്തോഷമായിട്ടാ ഇതുപോലെ ചിരിക്കുന്നേ. ദിവ്യ അജിത്തിനെ നോക്കി പറഞ്ഞപ്പോൾ അവൻ അവളെ നോക്കിയൊന്ന് ചിരിച്ചു. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം, പറഞ്ഞുകൊണ്ട് ദിവ്യ അടുക്കളയിലേക്ക് നടക്കാനൊരുങ്ങിയതും അജിത്ത് അവളെ തടഞ്ഞു. ഒന്നും വേണ്ട, ഞാനിപ്പോൾ ഇറങ്ങും, അവൻ പറഞ്ഞു. ദിവ്യ അവനെ നോക്കി ഒന്ന് ചിരിച്ചു. സാരമില്ല, എന്തെങ്കിലും ഒന്ന് കുടിച്ചിട്ട് പോകാം.
പറഞ്ഞുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് നടന്നു. അവളെ ഒന്ന് നോക്കിയ ശേഷം അവൻ ഒരു നെടുവീർപ്പോടെ വീണ്ടും കുഞ്ഞിപ്പെണ്ണിലേക്ക് തിരിഞ്ഞു. അവൻ ആ കുഞ്ഞിനോട് വല്ലാത്തൊരു വാത്സല്യം തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളെ ഇങ്ങനെ നെഞ്ചോടടക്കി പിടിക്കാൻ തോന്നുന്നത് പോലെ അവൻ പതിയെ അവളുടെ ഒരു കവിളിൽ ചൂണ്ടുവിരലാൽ ഒന്ന് തൊട്ടു. കളിക്കുന്നതിനിടയിൽ കുഞ്ഞൊന്ന് അവനെ മുഖമുയർത്തി നോക്കി. അവൻ അവളെ നോക്കി ചിരിച്ചതും കുഞ്ഞും അവനെ നോക്കി പൊട്ടിച്ചിരിച്ചു. അജിത്ത് അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. തനിക്ക് ഈ ഭൂമിയിൽ സ്വന്തമെന്ന് പറയാൻ ആകെയുള്ളത് തൻ്റെ മോളാണ്. അവൾക്ക് വേണ്ടിയാണ് താൻ ജീവിക്കുന്നത് പോലും. ഇന്നത്തെ കാലത്ത് സ്വന്തക്കാരെ പോലും വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അടുക്കളയിലാണെങ്കിലും ദിവ്യയുടെ ഒരു കണ്ണും കാതും ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെയും അവൻ്റെ മടിയിലിരുന്ന് ചിരിച്ചു കളിക്കുകയാവും അവൾ. അവൻ്റെ കണ്ണിൽ, വാക്കുകളിൽ അത്രയും നിറഞ്ഞു നിൽക്കുന്നത് കുറ്റബോധവും കറകളഞ്ഞ സ്നേഹവുമാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. ഹാളിൽ നിന്നും ഉയരുന്ന കുഞ്ഞിൻ്റെ പൊട്ടിച്ചിരി കേൾക്കുമ്പോൾ നേർത്തൊരു ചിരിയോടൊപ്പം അവളുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി. അവസാനം ചായ തയ്യാറായതും അതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച ശേഷം കണ്ണുകൾ രണ്ടും അമർത്തി തുടച്ച് അവൾ ഗ്ലാസും എടുത്ത് ഹാളിലേക്ക് നടന്നു. കൂട്ടത്തിൽ മോൾക്ക് വേണ്ടി വാങ്ങിയ ബിസ്ക്കറ്റും ഒരു പ്ലേറ്റിൽ എടുത്തിരുന്നു. ഹാളിലെത്തിയതും കണ്ടു അജിത്തിൻ്റെ മടിയിലിരുന്ന് കളിക്കുന്ന കുഞ്ഞിനെ. ഒരു നിമിഷം അവൾ കുഞ്ഞിനെ തന്നെയൊന്ന് നോക്കി. അവളുടെ ഹൃദയം പിടഞ്ഞു. നെഞ്ചിനകത്ത് വല്ലാത്തൊരു ഭാരം പോലെ തോന്നി. ഓരോ ദിവസവും അച്ഛൻ എവിടെ, എന്താ വരാത്തതെന്ന് ചോദിക്കും. വരും, ദൂരസ്ഥലത്ത് മോൾക്ക് കളിപ്പാട്ടം വാങ്ങാൻ വേണ്ടി പണിയെടുക്കാൻ പോയതാണെന്ന് പറയും. അപ്പോൾ കുഞ്ഞരിപ്പല്ലുകൾ കാട്ടിക്കൊണ്ട് കുഞ്ഞിന് കളിപ്പാട്ടം ഒന്നും വേണ്ട, അച്ഛനിങ്ങ് വന്നാൽ മതിയെന്ന് അവളും അവളുടേതായ ഭാഷയിൽ പറയും. അച്ഛനോട് വേഗം വരാൻ അമ്മ പറയാട്ടോ എന്നവൾ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയും. അപ്പോഴും വേദനയോടെ അവളുടെ ഉള്ളം പറയുമായിരുന്നു, ഇനി ഒരിക്കലും മോളുടെ അച്ഛൻ തിരിച്ചു വരില്ലെന്ന്. കുടിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിലും കുഞ്ഞിനോട് ഹരിയേട്ടന് സ്നേഹമായിരുന്നു. കുഞ്ഞെന്ന് വെച്ചാൽ ജീവനായിരുന്നു. ആ കുഞ്ഞിനെ വിട്ട് ഹരിയേട്ടന് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റിയെന്നതാണ് തനിക്ക് ഇപ്പോഴും അറിയാത്തത്. ചായ കുടിക്കാം പറഞ്ഞുകൊണ്ട് അവൾ അത് മേശപ്പുറത്ത് വെച്ചു. അജിത്ത് അവളെ ഒന്ന് നോക്കി ചിരിച്ചു. മോളിങ്ങ് വന്നേ, അമ്മയെടുക്കാം, മാമൻ ചായ കുടിച്ചോട്ടെ, അവൾ മോൾക്ക് നേരെ കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ കുഞ്ഞ് അവളുടെ അടുത്തേക്ക് ചെന്നില്ല എന്നു മാത്രമല്ല, അജിത്തിൻ്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടി ചേർന്നിരുന്നു. മോൾക്ക് നിങ്ങളെ നന്നായി ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു പറഞ്ഞുകൊണ്ട് അവൾ വീണ്ടും കുഞ്ഞിനെ എടുക്കാനായി ചെന്നു. സാരമില്ല, അവൾ ഇവിടെ ഇരുന്നോട്ടെ അജിത്ത് പറഞ്ഞു. അതു കേട്ടതും അവൾ പതിയെ പിറകിലേക്ക് ചെന്ന് ചുമര് ചാരി നിന്നു. മോൾ ചായ കുടിക്കില്ലേ അവൻ ചോദിച്ചു. അങ്ങനെ എപ്പോഴുമില്ല, വല്ലപ്പോഴും അവൾ പറഞ്ഞു. അവൻ കുഞ്ഞിനെ തന്നെ ഒന്ന് നോക്കി, പിന്നെ അവളെയും. ഞാനൊരിത്തിരി കൊടുത്തോട്ടെ അവൻ അവളെ നോക്കി വല്ലാത്തൊരു പ്രതീക്ഷയോടെ ചോദിച്ചു. അവൻ്റെ കണ്ണുകളിൽ ആ പ്രതീക്ഷ കണ്ടിട്ടാവണം അവൾ പതിയെ തലയാട്ടി. അവൻ്റെ കണ്ണുകളൊന്ന് വിടർന്നുവോ, അതോ തനിക്ക് തോന്നിയതോ? അവളൊന്ന് അവനെ തന്നെ നോക്കി നിന്നു. അവൻ വേഗം ഗ്ലാസ്സിലെ ചായ ഒന്ന് കുടിച്ച് ചൂട് നോക്കി. പിന്നെ ഒന്ന് ഊതി തണുപ്പിച്ച ശേഷം ഒന്നുകൂടി കുടിച്ചു നോക്കി. കുഞ്ഞിന് കുടിക്കാൻ പാകത്തിനുള്ള ചൂടാണെന്ന് കണ്ടതും അവൻ പതിയെ ആ ഗ്ലാസ് കുഞ്ഞിൻ്റെ ചുണ്ടോട് ചേർത്തു. കുഞ്ഞിപ്പെണ്ണ് അമ്മയെ ഒന്ന് നോക്കി. അമ്മ അവളെ നോക്കി കുടിച്ചോ എന്ന് തലയാട്ടിയതും അവൾ അത് പതിയെ കുടിച്ചു തുടങ്ങി. ഇത് കൊടുത്തുകൂടെ ബിസ്ക്കറ്റിലേക്ക് നോക്കി അവൻ ചോദിച്ചതും അവൾ വീണ്ടും അതേ എന്ന് തലയാട്ടി. അവനൊരു ബിസ്ക്കറ്റ് ചായയിൽ നനച്ച് കുഞ്ഞിപ്പെണ്ണിന് കൊടുത്തു. അവളുടെ കുഞ്ഞിച്ചുണ്ടിൽ പറ്റിപ്പിടിച്ചിരുന്ന ബിസ്ക്കറ്റ് അവൻ അവൻ്റെ കൈകൊണ്ട് തന്നെ തുടച്ചു കൊടുത്തു. എന്തോ അവൻ പോലും അറിയാതെ ആ കുഞ്ഞിപ്പെണ്ണ് അവൻ്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുകയായിരുന്നു. ആ സമയം അവന് വല്ലാത്ത വാത്സല്യവും സ്നേഹവും ആ കുഞ്ഞിനോട് തോന്നി. ആ ചായയിൽ നിറയെ ബിസ്ക്കറ്റ് ആയതു കണ്ട് അവൾ ചെന്ന് ഒരു ഗ്ലാസ് ചായ കൂടി കൊണ്ടുവന്ന് അവൻ്റെ മുൻപിൽ വെച്ചു. അവനൊന്ന് അവളെ നോക്കി. ശേഷം ആ ഗ്ലാസ് എടുത്ത് ചുണ്ടോട് ചേർത്തു. ജോലിക്കാരിയും ഞാൻ 2-3 പേരോട് പറഞ്ഞിട്ടുണ്ട്. വിവരം കിട്ടിയാൽ പറയാം. പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കി, ഏതെങ്കിലും ഒന്ന് ശരിയാകും ചായ കുടിക്കുന്നതിനിടയിൽ അവൻ പറഞ്ഞു. അപ്പോഴും കുഞ്ഞിപ്പെണ്ണ് അവൻ്റെ മടിയിൽ തന്നെയാണ്. അവളൊന്ന് അവനെ നോക്കി ചിരിച്ചു. ബുദ്ധിമുട്ടായല്ലേ അവൾ ചോദിച്ചു. അതു കേട്ട് അവനൊന്ന് അവളെ നോക്കി. ഇതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടേ അല്ല. ഇങ്ങനെയൊന്നും ചെയ്തു തരാൻ പറ്റിയില്ലെങ്കിലാണ് എനിക്ക് വിഷമം അവൻ പതിയെ പറഞ്ഞു. അവൻ പറഞ്ഞതിൻ്റെ പൊരുൾ എന്തെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. വീണ്ടും അതൊന്നും പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ അവളൊന്നും പറഞ്ഞില്ല.
ബാങ്കിലെ കാര്യം എന്തെങ്കിലും ആയോ? ചായ കുടിക്കുന്നതിനിടയിൽ തന്നെ അവൻ അവളോട് ചോദിച്ചു. ഒന്നു രണ്ടിടത്ത് പലിശയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കിട്ടുമോന്ന് അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല. എൻ്റെ വീട്ടുകാരും ഹരിയേട്ടൻ്റെ വീട്ടുകാരും ആരുമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരെത്തും പിടിയും കിട്ടുന്നില്ല. പറയുമ്പോൾ ആ പെണ്ണ് അനുഭവിക്കുന്ന എല്ലാ മാനസിക സംഘർഷങ്ങളും അജിത്തിന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അവൻ ചായ കുടിച്ച ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചു. പിന്നെ ഷർട്ടിൻ്റെ ഉള്ളിലെ പോക്കറ്റിൽ നിന്നും ഒരു പൊതി കയ്യിലെടുത്തു. ഇത് കുറച്ച് പൈസയാണ്. കുറച്ചെന്ന് പറയുമ്പോൾ 50,000 ഉണ്ട്. തൽക്കാലം ബാങ്കിൽ ഇതടയ്ക്കാം. എന്നിട്ടൊരു സാവകാശം കൂടി വാങ്ങാം. താൻ ധൈര്യമായിരിക്കെ, എല്ലാം റെഡിയാവും. പറഞ്ഞുകൊണ്ട് അവൻ ആ പൊതി അവൾക്ക് നേരെ നീട്ടി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അവൾ വേണ്ടെന്ന് വിലങ്ങനെ തലയാട്ടി. വാങ്ങൂ, എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയാണിത്, അവൻ വീണ്ടും പറഞ്ഞു. ഹരിയേട്ടൻ്റെ ബാക്കി പറയാൻ അവൾക്ക് സാധിച്ചില്ല. എന്തോ വന്ന് അവളുടെ തൊണ്ടയിൽ തടഞ്ഞു. അവൻ എന്ത് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കണമെന്ന് അറിഞ്ഞില്ല. അല്പനേരം അവനൊന്നും മിണ്ടിയില്ല. പിന്നെ പതിയെ പറഞ്ഞു. പലിശയ്ക്ക് ചോദിച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ? അതും കിട്ടുമെന്ന് ഉറപ്പില്ലല്ലോ. എന്തായാലും ബാങ്കിൽ പൈസ അടയ്ക്കണം. അതെവിടെ നിന്നെങ്കിലും കണ്ടുപിടിച്ചേ മതിയാകൂ. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും നിങ്ങളുടെ ജീവിതം ഇങ്ങനെയൊക്കെയാകാൻ ഞാനും ഒരു കാരണമാണ്. അതുകൊണ്ട് താനിത് വാങ്ങണം, അവൻ പറഞ്ഞുകൊണ്ട് അവളെ തന്നെ ഒന്ന് നോക്കി. അവൾ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. വാങ്ങണോ വാങ്ങണ്ടേ എന്നറിയാത്ത അവസ്ഥ. ബാങ്കിൽ എന്തായാലും പൈസ അടച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ മോളെയും കൊണ്ട് ഈ വീട്ടിൽ നിന്നും ഇറങ്ങിക്കൊടുക്കേണ്ടി വരും. ആവശ്യം പറയാനോ സഹായിക്കാനോ ആരുമില്ല. ഈ പണം വേണ്ടെന്ന് വെച്ചാൽ പിന്നെന്തു ചെയ്യും? അവൾക്ക് വല്ലായ്മ തോന്നി. അവൾ അവനെ തന്നെ ഒന്ന് നോക്കി. വാങ്ങൂ പ്ലീസ്, അവൻ പറഞ്ഞു. ഇപ്പോൾ ഇത് വാങ്ങുകയല്ലാതെ എനിക്ക് വേറെ നിവർത്തിയില്ല. പക്ഷേ വെറുതെ വേണ്ട. എന്നെങ്കിലും ഒരിക്കൽ എനിക്കാകുന്നൊരു സമയത്ത് ഞാനിത് തന്നോളാം. പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ കയ്യിൽ നിന്നും ആ പണത്തിൻ്റെ പൊതി വാങ്ങി. അജിത്ത് ഒന്നും പറഞ്ഞില്ല. അതൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവൾ വാങ്ങിയില്ലെങ്കിലോ? ഇപ്പോൾ അവൾ ഈ പണം വാങ്ങേണ്ടത് തൻ്റെ കൂടി ആവശ്യമാണെന്ന് അവന് തോന്നി. ഇല്ലെങ്കിൽ തനിക്കൊരിക്കലും സമാധാനം കിട്ടില്ല. നന്ദിയുണ്ട്, ഞാനിത് ഒരിക്കലും മറക്കില്ല. ആ പൊതിയിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് അവൾ അവനെ നോക്കി പറഞ്ഞു. അജിത്ത് അതിനൊന്ന് വെറുതെ ചിരിച്ചതേയുള്ളൂ. ബാങ്കിൽ താൻ ഒറ്റയ്ക്ക് പോകില്ലേ? കുഞ്ഞിൻ്റെ മുടിയിലൂടെ വിരലൊടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. അവൾ തലയാട്ടി. ഇപ്പോൾ തന്നെ 2 ദിവസം ലീവാക്കി. ബസ്സിൽ നിന്ന് ലീവ് കിട്ടാൻ വല്ലാത്ത പാടാ. ഇന്ന് തന്നെ സതീശേട്ടനെ വിളിച്ച് ഉറപ്പിച്ച ശേഷമാ രാജീവേട്ടനോട് പറഞ്ഞത്. രാജീവേട്ടൻ ബസ്സിൻ്റെ ഓണറാണ്. അല്ലെങ്കിൽ ഞാൻ വന്നേനെ, അജിത്ത് പറഞ്ഞു. അവൻ പറയുന്നത് കേട്ട് ദിവ്യ അവനെ തന്നെ നോക്കി നിന്നുപോയി. തങ്ങളുടെ ആരുമല്ല അവൻ, എന്നിട്ടും സ്വന്തമെന്ന പോലെ അവൻ സംസാരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൻ തങ്ങളുടെ ആരൊക്കെയോ ആണെന്ന് തോന്നുന്നു. കൂടെ നിൽക്കാൻ ആരൊക്കെയോ ഉള്ളതുപോലൊരു തോന്നൽ. സാരമില്ല, ഞാൻ പൊയ്ക്കോളാം. ഇതുതന്നെ വലിയ ഉപകാരമാണ്. പിന്നെ കൂടെ വരാനുള്ള മനസ്സുണ്ടല്ലോ, അതുതന്നെ വലിയ കാര്യം. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് എൻ്റെ ശ്വാസമൊന്ന് നേരെ വീണത്. ഇവിടുന്ന് ഇറങ്ങേണ്ടി വന്നാൽ എൻ്റെ മോളെയും കൊണ്ട് എങ്ങോട്ട് പോകുമെന്ന പേടിയായിരുന്നു എനിക്ക്. ഒരു പക്ഷേ മരണത്തെക്കുറിച്ച് പോലും ഞാൻ ചിന്തിച്ചു പോയേനെ. അവൾ പറഞ്ഞതും അജിത്ത് ഒരു ഞെട്ടലോടെ അവളെ നോക്കി. പിന്നെ തൻ്റെ മടിയിലിരിക്കുന്ന കുഞ്ഞിനെയും. കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള അവകാശം എനിക്കില്ലെന്നറിയാം. എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ. എല്ലാം സഹിച്ച് ജീവിച്ചതും ഇവൾക്ക് വേണ്ടി തന്നെ. പക്ഷേ ചിലപ്പോഴൊക്കെ ഞാൻ തളർന്നു പോകും. ഒന്ന് സങ്കടം പറയാൻ പോലും ആരുമില്ലെന്ന് ആലോചിക്കുമ്പോൾ. പേടിക്കണ്ട, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് ആരെങ്കിലും ഒരാൾ ആശ്വസിപ്പിക്കാനുണ്ടായിരുന്നെങ്കിലെന്ന് കൊതിച്ചു പോകും. എൻ്റെ കുഞ്ഞ് തന്നെ എപ്പോഴും ചോദിക്കും, എൻ്റെ അച്ഛൻ എവിടെ അമ്മയെന്ന്. ഞാൻ എന്തു പറയും എൻ്റെ മോളോട്? അച്ഛൻ ഇനി വരില്ലെന്നോ? അച്ഛൻ മോൾക്ക് കളിപ്പാട്ടം വാങ്ങാൻ വേണ്ടി ദൂരെ ഒരു സ്ഥലത്ത് പണിക്ക് പോയതാണെന്ന് പറയും. പക്ഷേ അതൊന്നും അവൾക്ക് വേണ്ട. കളിപ്പാട്ടം വേണ്ട, അച്ഛനിങ്ങ് വന്നാൽ മതിയെന്ന് പറയും. എനിക്ക് ഹരിയേട്ടൻ നല്ലൊരു ഭർത്താവായിരുന്നോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ മോൾക്ക് നല്ലൊരു അച്ഛനായിരുന്നു. അവളെ ജീവനായിരുന്നു. അവൾക്കും അതെ. ചിലപ്പോൾ എന്നേക്കാൾ ഇഷ്ടം അവൾക്ക് അവളുടെ അച്ഛനോടായിരുന്നു. ആ കുഞ്ഞിനെ വിട്ട് ഹരിയേട്ടൻ ഇതെങ്ങനെ ചെയ്യാൻ പറ്റിയെന്നാ എനിക്ക് മനസ്സിലാവാത്തെ. മോൾക്ക് വേണ്ടിയെങ്കിലും ഹരിയേട്ടന് ജീവിക്കാമായിരുന്നു. പറയുമ്പോൾ അവൾ കരഞ്ഞു പോയിരുന്നു.
നിർത്താതെ പെയ്യുന്ന കണ്ണുനീരവൾ തുടച്ചുകൊണ്ടേയിരുന്നു. അജിത്തും ആകെ വല്ലാതെയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം എല്ലാം ഉള്ളിലൊതുക്കി നിന്ന് തന്നെ ആശ്വസിപ്പിച്ചവൾ ഇന്ന് തൻ്റെ മുൻപിൽ നിന്നിങ്ങനെ കരയുമ്പോൾ അവനാകെ വല്ലാതെയാകുന്നുണ്ടായിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഭാരത്താൽ നെഞ്ചിനകം വിങ്ങിപ്പൊട്ടുന്നതുപോലെ. അവൻ തൻ്റെ മടിയിലിരിക്കുന്ന കുഞ്ഞിനെ ഒന്ന് നോക്കി. അവൾ അവളുടെ അമ്മയെ നോക്കിയിരിക്കുകയാണ്. അമ്മ കരയുന്നത് കണ്ടിട്ടാവണം അവളുടെ കുഞ്ഞിക്കണ്ണുകൾ നിറഞ്ഞു വന്നിട്ടുണ്ട്. ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ട്. അവൾ കരയാൻ പോവുകയാണെന്ന് മനസ്സിലായതും അജിത്ത് കുഞ്ഞിനെ ഒന്ന് തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അപ്പോഴേക്കും കുഞ്ഞിപ്പെണ്ണ് അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ആർത്തു കരഞ്ഞിരുന്നു. തൻ്റെ നേരെ കൈനീട്ടി കരയുന്ന കുഞ്ഞിനെ അവൾ വേഗം തന്നെ അജിത്തിൻ്റെ കയ്യിൽ നിന്നും എടുത്ത് തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഒന്നുമില്ലടാ, എന്തിനാ അമ്മയുടെ കുഞ്ഞ് കരയുന്നേ? അവൾ കുഞ്ഞിനെ തോളിലിട്ട് പതിയെ തട്ടിക്കൊടുത്തുകൊണ്ട് ചോദിച്ചു. കുഞ്ഞ് അപ്പോഴും കരച്ചിലാണ്. എങ്കിലും അമ്മയുടെ തോളിൽ നിന്നും മുഖമുയർത്തി അവൾ തൻ്റെ അമ്മയെ ഒന്ന് നോക്കി. അമ്മ എന്തിനാ കരഞ്ഞേ? ചോദിച്ചുകൊണ്ട് അവൾ തൻ്റെ കുഞ്ഞിക്കൈകൊണ്ട് അമ്മയുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. അജിത്ത് ആ കുഞ്ഞിനെ വേദനയോടെ എന്നാൽ അതിലേറെ അത്ഭുതത്തോടെ നോക്കി നിന്നുപോയി. 2 വയസ്സുള്ളൊരു കുഞ്ഞ്. തൻ്റെ അമ്മ കരഞ്ഞപ്പോൾ അവളും കരയുന്നു. അവളുടെ കുഞ്ഞിക്കൈകൾ കൊണ്ട് അമ്മയുടെ കണ്ണീര് തുടച്ചു മാറ്റുന്നു. എല്ലാ കുഞ്ഞുങ്ങളും ഇങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ടാണോ എന്തോ അവന് വല്ലാത്ത കൗതുകം തോന്നി. അത് അമ്മയുടെ കണ്ണിലൊരു പൊടി പോയിട്ടല്ലേ? അവൾ കുഞ്ഞിൻ്റെ കവിളിലൊന്ന് മുത്തിക്കൊണ്ട് പറഞ്ഞു. അവൻ ദിവ്യയുടെ മുഖത്തേക്ക് നോക്കി. ഇപ്പോൾ അവൾ കരയുന്നില്ല. നേരത്തെ അവൾ കരഞ്ഞപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ താൻ പകച്ചു പോയിരുന്നു എന്നതാണ് സത്യം. അവന് ആ കുഞ്ഞിനെ ഒന്ന് വാരിയെടുക്കാൻ തോന്നി. ആ കുഞ്ഞി കവിളിലൊന്ന് അമർത്തി ചുണ്ടു ചേർക്കാൻ തോന്നി. പതിയെ കുഞ്ഞിൻ്റെ കരച്ചിലൊന്നടങ്ങിയതും അവൾ അജിത്തിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. ഇപ്പോൾ ചെറിയൊരു ധൈര്യം തോന്നുന്നുണ്ട്, സമാധാനം തോന്നുന്നുണ്ട്. മുങ്ങിത്താഴാൻ പോകുമ്പോൾ ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയതുപോലെ. ഞാനും എൻ്റെ മോളും നിങ്ങളോടിതിന് എന്നും കടപ്പെട്ടവരായിരിക്കും. പറയുമ്പോൾ അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു വന്നിരുന്നു. അവൾ പറഞ്ഞതു കേട്ട് അവനൊന്ന് അവളെ തന്നെ നോക്കി. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ പറഞ്ഞുകൊണ്ട് അജിത്ത് ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. അവളൊന്ന് തലയാട്ടി. എന്നാ മാമൻ പോയിട്ട് പിന്നെ വരാട്ടോ. അവൻ കുഞ്ഞിൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് കുഞ്ഞിപ്പെണ്ണിൻ്റെ കവിളിലൊന്ന് തൊട്ടുകൊണ്ട് പറഞ്ഞു. കുഞ്ഞ് അവനെ നോക്കി ഒന്ന് തലയാട്ടി. ചോദിക്കാൻ മറന്നു, പേരെന്തായിരുന്നു? അന്ന് ഇങ്ങോട്ടുള്ള വഴി ചോദിച്ചപ്പോൾ ദിവ്യ അങ്ങനെ എന്തോ അവർ പറഞ്ഞിരുന്നു. പക്ഷേ ശരിക്കും അങ്ങോട്ട് ഓർമ്മയില്ല. അവൻ പറഞ്ഞു. അതുതന്നെ, ദിവ്യ. അവളൊരു നേർത്ത പുഞ്ചിരിയോടെ തന്നെ പറഞ്ഞു. ദിവ്യ, ശരി, ഇനി മറക്കില്ല. അവൻ പറഞ്ഞതും അവളൊന്ന് ചിരിച്ചു. ഞാനും ചോദിക്കാൻ മറന്നു, ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും ചെയ്തിട്ടും പേരറിയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അജിത്ത്. കുഞ്ഞിൻ്റെ പേരെന്താ? ഇതൾ. അവൻ ചോദിച്ചതും അവൾ പറഞ്ഞു. ഇതൾ, നല്ല പേരാണല്ലോ. മാമൻ പോയിട്ട് പിന്നൊരു ദിവസം വരാട്ടോ. അവൻ വീണ്ടും കുഞ്ഞിനെ കൊഞ്ചിച്ചു. അവൻ ഉമ്മറത്തേക്ക് നടന്നു. അവന് പിറകെ തന്നെ കുഞ്ഞിനെയും എടുത്ത് അവളും. മുറ്റത്തിറങ്ങി ചെരുപ്പിട്ട ശേഷം ബൈക്കിനരികിലേക്ക് നടക്കാനൊരുങ്ങിയതും അവനൊന്ന് നിന്നു. തൻ്റെ നമ്പർ ഒന്ന് തരുമോ? വേറെ ഒന്നിനുമല്ല. ജോലി ശരിയായാൽ വിളിച്ചു പറയാം. ബസ്സിന്ന് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റില്ല. ഒരു വല്ലായ്മയോടെ അവൻ ചോദിച്ചതും അവൾ അവനെ തന്നെ ഒന്ന് നോക്കി. നമ്പർ ചോദിക്കുമ്പോൾ താൻ എന്തെങ്കിലും തെറ്റായി ചിന്തിക്കുമോ എന്നവൻ പേടിക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. അതുകൊണ്ട് തന്നെ നേർത്തൊരു പുഞ്ചിരിയോടെ അവൾ അവളുടെ നമ്പർ പറഞ്ഞു കൊടുത്തു. ഞാൻ അതിലേക്കൊരു മിസ് അടിക്കാം. ലാസ്റ്റ് 45. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മടിക്കാതെ വിളിച്ചോ. പിന്നെ വേണ്ടാത്തതൊന്നും ചിന്തിക്കാനോ ചെയ്യാനോ നിൽക്കരുത്. ധൈര്യമായിട്ടിരിക്കി. അവൻ പറഞ്ഞതും അവളൊന്ന് തലയാട്ടി. പറയുമ്പോൾ തന്നെ അവൻ അവൾ കൊടുത്ത നമ്പറിലേക്ക് ഡയൽ ചെയ്തിരുന്നു. അകത്തുനിന്നും ഫോൺ റിംഗ് ചെയ്തു. അത് ഞാനാണ്. നമ്പർ സേവ് ചെയ്ത് വെച്ചേക്ക്, അവൻ പറഞ്ഞു. പോട്ടേടാ കണ്ണാ. അവൻ കുഞ്ഞിപ്പെണ്ണിൻ്റെ കുഞ്ഞിക്കൈ പിടിച്ചെടുത്ത് ആ ഉള്ളം കൈയിൽ ചുണ്ടു ചേർത്തുകൊണ്ട് പറഞ്ഞു. കുഞ്ഞ് ഒരു ചിരിയോടെ തന്നെ തലയാട്ടി. മാമനൊരുമ്മ തരാമോ? അവൻ ആ കുഞ്ഞിക്കണ്ണുകളിൽ നോക്കി ചോദിച്ചു. ഇത്തവണ അവൾ അമ്മയുടെ മുഖത്തേക്ക് നോക്കിയില്ല. അജിത്തിൻ്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ കവിളിൽ ചുണ്ടു ചേർത്തു. അവൻ്റെ കണ്ണുകൾ വിടർന്നു. നെഞ്ചൊന്ന് പിടച്ചു. അവൻ തിരിച്ചും ആ കുഞ്ഞിക്കവിളിൽ ചുണ്ടു ചേർത്തു. അന്ന് അവിടെ നിന്നും തിരിച്ചു പോരുമ്പോൾ അവളുടെ കയ്യിലിരുന്ന് ദൂരേക്ക് മറയുന്ന അവൻ്റെ ബൈക്കിന് നേരെ ആ കുഞ്ഞിപ്പെണ്ണ് തൻ്റെ കുഞ്ഞിക്കൈകൾ വീശിക്കൊണ്ടിരുന്നു. അവനും കണ്ടിരുന്നു അത്. എന്തിനെന്നറിയാതെ അവൻ്റെ ഉള്ളിൽ ആ കുഞ്ഞിനോട് അതിരില്ലാത്ത വാത്സല്യം തോന്നി.
കൂട്ടത്തിൽ വേദനയും. അജിത്ത് വീട്ടിലേക്ക് വരുമ്പോൾ അമ്മ അടുക്കളയിൽ എന്തോ പണിയിലാണ്. അവൻ്റെ ബൈക്കിൻ്റെ ശബ്ദം കേട്ടതും അമ്മ വേഗം ഉമ്മറത്തേക്ക് വന്നു. എന്തായി മോനെ, പോയിട്ട് പൈസ കൊടുത്തോ? അമ്മ അവനോട് ചോദിച്ചു. ബാങ്കിൽ നിന്ന് നേരെ അവിടേക്ക് ചെന്നു. തിരിച്ചു വരുന്ന വഴി ജോസഫേട്ടൻ്റെ അടുത്തുനിന്ന് കയറി. അവൾക്കൊരു ജോലിക്ക് വേണ്ടി നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു. ശരിയായാൽ മതിയായിരുന്നു, അമ്മയും പറഞ്ഞു. അപ്പോഴേക്കും അവൻ അകത്തേക്ക് കയറിയിരുന്നു. അല്ലടാ, പൈസ കൊടുത്തിട്ട് ആ കുട്ടി എന്തു പറഞ്ഞു? അതിന് വാങ്ങണോ വാങ്ങണ്ടേ എന്ന് ഡൗട്ടായിരുന്നു. അവസാനം വാങ്ങി. അത് വേറൊരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ട് വാങ്ങിയതാ. എന്നെങ്കിലും ഒരു കാലത്ത് ഇത് തിരിച്ചു തരുമെന്നും ഒരിക്കലും ഈ ചെയ്ത ഉപകാരം മറക്കില്ലെന്നൊക്കെ പറഞ്ഞു. പിന്നെയും എന്തൊക്കെയോ പറഞ്ഞ് കുറേ കരഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം കരയാത്ത ആള് എന്തോ ഇന്ന് കുറേ കരഞ്ഞമ്മേ. പറയുമ്പോൾ അവൻ്റെ മനസ്സിലേക്ക് അവൾ കരഞ്ഞപ്പോൾ ആ കുഞ്ഞും കരഞ്ഞുകൊണ്ട് അവളുടെ കണ്ണീര് തുടച്ചു കൊടുത്തതെല്ലാം അവൻ ഓർമ്മ വന്നു. ആ കുട്ടിയുടെ വിധി ഇതായിരിക്കും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ അതിൻ്റെ മനസ്സിൽ എന്തായിരിക്കുമെന്ന് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. അമ്മ പറഞ്ഞു. അവൻ അമ്മയെ ഒന്ന് നോക്കി. അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് കരയുന്ന കുഞ്ഞ്. അവളുടെ അച്ഛൻ ഒരിക്കലും വരില്ലെന്നറിഞ്ഞിട്ടും വരുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നവൾ. കൂട്ടത്തിൽ എങ്ങോട്ട് പോകുമെന്നോ എന്തു ചെയ്യുമെന്നോ അറിയാത്തൊരവസ്ഥ. ആ അവസ്ഥ എത്രത്തോളം ഭീകരമാണെന്ന് അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. നീ ഇരിക്കി, കറിയൊന്ന് വറവിട്ടാൽ കൂടി മതി, ഞാൻ ചോറെടുക്കാം പറഞ്ഞുകൊണ്ട് അമ്മ അടുക്കളയിലേക്ക് നടന്നു. അപ്പോഴാണ് അവൻ ചിന്തകളിൽ നിന്നും പുറത്തു വന്നത്. അവൻ മേശപ്പുറത്ത് വെച്ചിരുന്ന ജഗ്ഗിലെ വെള്ളം അതേപോലെ വായിലേക്ക് കമിഴ്ത്തി. രാത്രി ഉറങ്ങുമ്പോൾ മുഴുവനും അവൻ്റെ ചിന്ത അവളെയും കുഞ്ഞിനെയും കുറിച്ചായിരുന്നു. എൻ്റെ കുഞ്ഞ് തന്നെ എപ്പോഴും ചോദിക്കും, എൻ്റെ അച്ഛൻ എവിടെ അമ്മയെന്ന്. ഞാൻ എന്തു പറയും എൻ്റെ മോളോട്? അച്ഛൻ ഇനി വരില്ലെന്നോ? അച്ഛൻ മോൾക്ക് കളിപ്പാട്ടം വാങ്ങാൻ വേണ്ടി ദൂരെ ഒരു സ്ഥലത്ത് പണിക്ക് പോയതാണെന്ന് പറയും. പക്ഷേ അതൊന്നും അവൾക്ക് വേണ്ട. കളിപ്പാട്ടം വേണ്ട, അച്ഛൻ ഇങ്ങ് വന്നാൽ മതിയെന്ന് പറയും. എനിക്ക് ഹരിയേട്ടൻ നല്ലൊരു ഭർത്താവായിരുന്നോ എന്നെനിക്കറിയില്ല. പക്ഷേ എൻ്റെ മോൾക്ക് നല്ലൊരു അച്ഛനായിരുന്നു. അവളെ ജീവനായിരുന്നു. അവൾക്കും അതെ. ചിലപ്പോൾ എന്നേക്കാൾ ഇഷ്ടം അവൾക്ക് അവളുടെ അച്ഛനോടായിരുന്നു. ആ കുഞ്ഞിനെ വിട്ട് ഹരിയേട്ടൻ ഇതെങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന എനിക്ക് മനസ്സിലാവാത്തെ. മോൾക്ക് വേണ്ടിയെങ്കിലും ഹരിയേട്ടന് ജീവിക്കാമായിരുന്നു പറഞ്ഞുകൊണ്ട് അവൾ കരഞ്ഞതും അതു കണ്ട് കുഞ്ഞ് കരഞ്ഞതുമെല്ലാം അവൻ്റെ ഉള്ളിലേക്ക് ഓടി വന്നു. തൻ്റെ മടിയിൽ ഒതുങ്ങിയിരുന്ന, തൻ്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് കവിളിൽ ചുണ്ടു ചേർത്ത ആ കുഞ്ഞിപ്പെണ്ണിനെ വീണ്ടും കാണാൻ അവന് വല്ലാത്ത കൊതി തോന്നി. ആ മാലാഖ കുഞ്ഞിനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ അവൻ്റെ ഉള്ളം തുടിച്ചു. പിറ്റേന്ന് ഉച്ചയ്ക്ക് ബസ് സ്റ്റാൻഡിൽ കയറ്റി ഊണ് കഴിക്കാൻ ഹോട്ടലിലേക്ക് നടക്കുമ്പോഴാണ് അജിത്തിൻ്റെ ഫോൺ റിങ് ചെയ്തത്. അവൻ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു നോക്കി. ദിവ്യ എന്ന ഡിസ്പ്ലേയിൽ കണ്ടതും അവൻ അറിയാതെ തന്നെ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. ഹലോ ദിവ്യേ, പറഞ്ഞോ? വലിയ ആത്മബന്ധമുള്ളവരെ പോലെ ഫോൺ എടുത്തതും അവൻ പറഞ്ഞു. ഞാനിന്ന് ബാങ്കിൽ പോയിരുന്നു, പൈസ അടച്ചു, അവൾ പറഞ്ഞു. എന്നിട്ട് അവരെന്തു പറഞ്ഞു? അവൻ ചോദിച്ചു. ഹരിയേട്ടൻ മരിച്ചതുകൊണ്ട് എൻ്റെ പേരിലേക്ക് മാറ്റി ലോൺ പുതുക്കി വെക്കാമെന്ന് പറഞ്ഞു. പിന്നെ മാസത്തിൽ അടവ് അടച്ചാൽ മതി. അവൾ പറഞ്ഞതും അവന് ആശ്വാസം തോന്നി. ജോലി ശരിയായോ എന്ന് മനഃപൂർവ്വം അവൾ ചോദിച്ചില്ല. അല്ലെങ്കിൽ തന്നെ അവൻ ഒരുപാട് ബുദ്ധിമുട്ടി. ഇനി ഈ കാര്യം തന്നെ വീണ്ടും വീണ്ടും ചോദിച്ച് ശല്യം ചെയ്യുന്നതെങ്ങനെ? എന്തായാലും ഇനിയൊരു ജോലി കണ്ടുപിടിക്കേണ്ട കാര്യമല്ലേയുള്ളൂ. അതെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചേ പറ്റൂ, അവൾ ചിന്തിച്ചു. ആണോ? അത് നന്നായി. ഇനി പേടിക്കണ്ടല്ലോ. തനിക്ക് സമാധാനമായില്ലേ? അവൻ ചോദിച്ചതും അവളൊന്ന് പതിയെ ചിരിച്ചു. സത്യം, ഇപ്പോഴാണ് ശരിക്കും സമാധാനമായത്. പൈസയടച്ചിട്ട് സാവകാശം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് തന്ന പൈസയ്ക്ക് കാര്യമില്ലാതെയായി പോയേനെ. അവൾ പറയുന്നത് കേട്ട് അജിത്ത് ഒന്ന് ചിരിച്ചു. അങ്ങനെ കാര്യമില്ലാതെയായി പോവൊന്നുമില്ല. എവിടുന്നെങ്കിലും മുഴുവൻ പൈസയും ഒപ്പിച്ച് അടച്ചേനെ. അവൻ അങ്ങനെയാണ് പറഞ്ഞത്. അവളൊന്നും പറഞ്ഞില്ല. അവൻ പറഞ്ഞതു കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അവളൊന്നും പറയാത്തതുകൊണ്ട് തന്നെ 2 കണ്ണും നിറച്ചവൾ നിൽക്കുകയായിരിക്കും എന്ന് അവന് തോന്നി. 2 തവണ മാത്രമേ നേരിട്ട് കണ്ടിട്ടുള്ളൂവെങ്കിലും അവളെക്കുറിച്ച് അവൻ നന്നായി മനസ്സിലാക്കിയിരുന്നു. കുഞ്ഞെന്തിയെ? അവൻ ചോദിച്ചു. എൻ്റെ കയ്യിലുണ്ട്, അവൾ പറഞ്ഞു. വീട്ടിലെത്തിയിരുന്നോ? അവൻ വീണ്ടും ചോദിച്ചു. ഇല്ല, ബാങ്കിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. വിളിച്ചു പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി.
ബാങ്കിൽ നിന്ന് എന്താ പറഞ്ഞെന്ന് അറിയാൻ ഞാൻ വൈകിട്ട് വിളിക്കണമെന്ന് വിചാരിച്ചിരുന്നു. എന്തായാലും താൻ വിളിച്ചല്ലോ. എന്നാ ശരി, നല്ല വെയിലുണ്ട്. എന്തെങ്കിലും കുടിച്ചിട്ട് വീട്ടിൽ പൊയ്ക്കോ. അവൻ പറഞ്ഞതും അവളൊരു മൂളലോടെ ഫോൺ വെച്ചു. ഫോൺ വെച്ചു കഴിഞ്ഞതും അജിത്ത് ഫോണിലേക്ക് തന്നെ ഒന്ന് നോക്കി. എന്തോ ആ സമയം അവൻ പോലും അറിയാതെ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു. ഡാ അജിത്തെ, നീ വരുന്നില്ലേ? രതീഷേട്ടൻ വിളിച്ചു ചോദിച്ചു. ഹോട്ടലിലേക്ക് കയറിയ രതീഷേട്ടൻ പിറകിൽ അജിത്ത് ഇല്ലെന്ന് കണ്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഫോണിലേക്ക് തന്നെ നോക്കി നിൽക്കുന്ന അജിത്തിനെ കണ്ടത്. ദാ വരുന്നു പറഞ്ഞുകൊണ്ട് അജിത്ത് ഹോട്ടലിലേക്ക് നടന്നു. നീ രാമേട്ടനെ കണ്ടിരുന്നോ? രാത്രി അത്താഴം കഴിക്കുമ്പോഴാണ് അജിത്തിനോട് അമ്മയത് ചോദിച്ചത്. ഇല്ല, എന്തേ? കഴിക്കുന്നതിൻ്റെ ഇടയിൽ സാധാരണമെന്ന പോലെ അജിത്ത് ചോദിച്ചു. എന്താ എന്നോ, വിവരം പറയാമെന്നും പറഞ്ഞു പോയിട്ട് ഇതിപ്പോൾ 3-4 ദിവസമായല്ലോ. അവർക്കല്ലായിരുന്നോ പെട്ടെന്ന് തീരുമാനം പറയണമെന്ന് തിരക്ക്? എന്നിട്ടെന്താ അവർ മറുപടിയൊന്നും പറയാത്തത്? അവർക്കിഷ്ടമായതുകൊണ്ടല്ലേ നമ്മളോട് വീണ്ടും ചോദിച്ചത്? പിന്നെന്തു പറ്റി? അമ്മ പറഞ്ഞു. അജിത്ത് അതിനൊന്നും പറഞ്ഞില്ല. കേൾക്കാത്തതുപോലെ കഴിച്ചുകൊണ്ടിരുന്നു. ഡാ, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലേ? അവരവൻ്റെ കയ്യിൽ ഇടം കൈ കൊണ്ടൊന്ന് തട്ടി വിളിച്ചു. ആ, കേൾക്കുന്നുണ്ട്. എന്നിട്ട് നീ എന്താ ഒന്നും പറയാത്തത്? അവനെ തന്നെ ഒന്ന് നോക്കിക്കൊണ്ട് അമ്മ ചോദിച്ചു. ഞാനെന്തു പറയാനാ? അവൻ്റെ തണുപ്പൻ മട്ടിലുള്ള സംസാരം അമ്മയ്ക്ക് അത്രയ്ക്കങ്ങോട്ട് പിടിച്ചില്ല. നീ എന്താ ഇങ്ങനെ? നിനക്ക് ഈ കല്യാണം വേണ്ടേ? നീ എന്നെ വീണ്ടും പറ്റിക്കുകയാണോ? അമ്മ അവനോട് ചോദിച്ചു. അമ്മയ്ക്കിപ്പോൾ എന്താ വേണ്ടത്? അമ്മ അങ്ങനെ ചോദിച്ചതും അവൻ അമ്മയ്ക്ക് നേരെ തിരിഞ്ഞിരുന്നു കൊണ്ട് ചോദിച്ചു. എനിക്കെന്താ എന്നോ? എടാ, നീ ആ രാമേട്ടനെ ഒന്ന് വിളിച്ചു നോക്ക്. രാമേട്ടൻ ഇനി അവരോട് പറയാനെങ്ങാനും വിട്ടുപോയോ? അമ്മ ചോദിച്ചതും അവനൊന്ന് ഞെട്ടി. ഒരു നിമിഷം എന്തു പറയണമെന്ന് അവൻ അറിഞ്ഞില്ല. നീ ഒന്ന് വിളിച്ചു നോക്ക്, അല്ലെങ്കിൽ ഞാൻ വിളിക്കണോ? അമ്മ വീണ്ടും ചോദിച്ചു. വേണ്ട, ഞാൻ തന്നെ വിളിച്ചു നോക്കാം പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും കഴിച്ചു തുടങ്ങി. കഴിക്കാതെ എഴുന്നേറ്റ് പോയാൽ പിന്നെ അമ്മയ്ക്കത് മതി. അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അമ്മയും കഴിച്ചു. പിന്നെ എന്തായി മോനെ ആ കുട്ടിയുടെ കാര്യം? ബാങ്കിൽ പൈസ അടച്ചോ? നീ എന്തെങ്കിലും അറിഞ്ഞിരുന്നോ? അമ്മ ചോദിച്ചു. ഉച്ചയ്ക്ക് എന്നെ വിളിച്ചിരുന്നു. ഭർത്താവ് മരിച്ചതുകൊണ്ട് അവരുടെ പേരിലേക്ക് ലോൺ മാറ്റി പുതുക്കി കൊടുക്കാമെന്ന്. പിന്നെ ബാക്കിയുള്ളത് സാവകാശത്തിൽ അടച്ചാൽ മതിയെന്ന്. അവൻ പറഞ്ഞതും അമ്മയുടെ മുഖത്ത് ആശ്വാസം നിറഞ്ഞു. ഹാവു, സമാധാനമായി. ഇനി അതിന് ഒരു ജോലി കൂടിയായാൽ അത് പിടിച്ചു നിന്നോളും അല്ലേടാ? അമ്മ പറഞ്ഞതും അവൻ അമ്മയുടെ മുഖത്തേക്ക് തന്നെ ഒന്ന് നോക്കി. മുഖം ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ട്. അവളുടെ അവസ്ഥ അമ്മയ്ക്ക് നന്നായി അറിയുന്നതുകൊണ്ടാകണം അമ്മയ്ക്ക് ഇത്ര സന്തോഷം. അന്ന് അവന് ഉറങ്ങാൻ കിടന്നപ്പോൾ അമ്മയെ ഓർത്ത് അവന് വല്ലായ്മ തോന്നി. തനിക്കൊരു കുടുംബമായി കാണാൻ അമ്മ അത്രയേറെ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിപ്പോൾ അമ്മയെ പറഞ്ഞു പറ്റിക്കുന്നത് പോലെയായിപ്പോയി. വേണ്ടിയിരുന്നില്ല. അമ്മയോട് സത്യം പറഞ്ഞാൽ മതിയായിരുന്നു. പറഞ്ഞിരുന്നേൽ അമ്മ സമ്മതിക്കുമായിരുന്നോ? ഇല്ല, ഒരിക്കലുമില്ല. കരഞ്ഞും ഭീഷണിപ്പെടുത്തിയും അമ്മ തന്നെ സമ്മതിപ്പിച്ചേനെ. എന്തായാലും ഇത്രയുമായി. ഇനിയും അമ്മയോട് മറച്ചു വെക്കേണ്ട. നാളെ തന്നെ അമ്മയോട് പറയണം, അവൻ മനസ്സിൽ ഉറപ്പിച്ചു. രാവിലെ പണിക്ക് പോകുന്നതിന് മുൻപ് അമ്മയോട് പറയാമെന്ന് കരുതി. അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ചായയിടുന്ന അമ്മയെ കണ്ടു. അമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അവൻ അമ്മയ്ക്ക് പിറകിലായി ചെന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. എന്തേ, പറഞ്ഞോ? അമ്മ തിരിഞ്ഞു നോക്കാതെ തന്നെ അവനോട് പറഞ്ഞു. അതമ്മേ. പറഞ്ഞു തുടങ്ങിയതും അവൻ്റെ ഫോൺ റിങ് ചെയ്തു. നോക്കിയപ്പോൾ രതീഷേട്ടനാണ്. എന്തേ രതീഷേട്ടാ, ഞാനിതാ ഇപ്പോൾ ഇറങ്ങും, അവൻ കോൾ എടുത്തുകൊണ്ട് പറഞ്ഞു. എടാ, രാജീവേട്ടൻ വിളിച്ചിരുന്നു. ബസ്സിൽ കയറുന്നതിന് മുൻപ് മൂപ്പർക്കെന്തോ പറയാനുണ്ടെന്ന്. സ്റ്റാൻഡിൽ കാണും. പറ്റുമെങ്കിൽ നീ ഒരു 5 മിനിറ്റ് മുൻപേ ഇറങ്ങ്. ആ, ഇറങ്ങാം പറഞ്ഞുകൊണ്ട് അജിത്ത് ഫോൺ വെച്ചു. അമ്മേ, രതീഷേട്ടനാണ് വിളിച്ചത്. നേരത്തെ ഇറങ്ങണമെന്ന്. ഞാൻ ഇറങ്ങുകയാണ്, അവൻ അമ്മയോട് പറഞ്ഞു. അല്ല, നിനക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്? അമ്മ ചോദിച്ചു. അത് ഞാൻ വന്നിട്ട് പറയാം. അത് കുറച്ച് സമയമെടുത്ത് പറയേണ്ട കാര്യാ. അവൻ പറഞ്ഞതും അമ്മയൊരു സംശയത്തോടെ അവനെ ഒന്ന് നോക്കി. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമ്മ ചെറിയൊരു പേടിയോടെ ചോദിച്ചു. പ്രശ്നമൊന്നുമില്ല, പക്ഷേ അമ്മയോട് പറയേണ്ട കാര്യമാണ്. ഞാൻ വന്നിട്ട് പറയാം, അവൻ പറഞ്ഞതും അമ്മയൊന്ന് അവനെ നോക്കി മൂളി. ദാ, ഈ ചായ കുടിച്ചിട്ട് പോ. അമ്മ ചായ കുടിക്കാൻ പാകത്തിനുള്ള ചൂടാക്കി ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. അവനത് വാങ്ങി വലിച്ചു കുടിച്ചു. എന്നാ ശരി, ഞാൻ ഇറങ്ങുക.
പറഞ്ഞുകൊണ്ട് അവൻ ഉമ്മറത്തേക്ക് നടന്നു. അവന് പിറകെ അമ്മയും. നേരത്തെ ജോലിക്ക് ഇറങ്ങുന്ന ദിവസങ്ങളിൽ വീട്ടിൽ നിന്നും വെറും ചായ മാത്രമാണ് കുടിക്കാറ്. ഹോട്ടലിൽ നിന്നാണ് രാവിലത്തെയും ഉച്ചയ്ക്കുമുള്ള ഭക്ഷണം കഴിക്കാറ്. ഇരുട്ടിൽ അവൻ്റെ വണ്ടി മറയുന്നതും നോക്കി അമ്മ ഉമ്മറത്തങ്ങനെ നിന്നു. പിന്നെ അകത്തേക്ക് കയറി വാതിലടച്ചു. രാവിലെ അടുക്കളയിൽ പണിയിലായിരുന്നു അജിത്തിൻ്റെ അമ്മ മാലതി. പെട്ടെന്ന് അവർക്ക് എന്തോ ഒന്ന് അമ്പലത്തിൽ പോകണമെന്ന് തോന്നി. പിന്നെയൊന്നും നോക്കിയില്ല. കുളിച്ചു മാറ്റി അമ്പലത്തിലേക്കിറങ്ങി. ഈശ്വര, എൻ്റെ കുഞ്ഞിനെ കാത്തോളണേ. അവനൊരു കുടുംബമായി ജീവിക്കാൻ പറ്റണേ. എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ വേദനകളാണ്. ഒന്നും അവൻ അറിഞ്ഞുകൊണ്ടല്ലോ. എന്നിട്ടും അവന് നല്ല സങ്കടമാണ്. അവനെ പറഞ്ഞിട്ടും കാര്യമില്ല. ഒരാളുടെ ജീവനല്ലേ പോയത്. അവന് സങ്കടമുണ്ടാകും. എങ്കിലും അവനൊരു മറവി കൊടുക്കണേ. ആ മോളെയും കുഞ്ഞിനെയും നീ തന്നെ കരുതണം. ജീവിക്കാനുള്ള ധൈര്യം കൊടുക്കണം. നല്ലൊരു ജോലി കൊടുക്കണം. ആ മോൾക്കും എല്ലാം മറക്കാനുള്ള ധൈര്യവും സമാധാനവും കൊടുക്കണേ. പിന്നെ ആലത്തൂരിൽ നിന്ന് വന്ന ആലോചന നടക്കണേ. രാമേട്ടൻ പെട്ടെന്ന് തന്നെ വിവരം തരണേ. എൻ്റെ കുഞ്ഞിനൊരു കുടുംബമായി അവൻ്റെ കുട്ടികളെ കൊഞ്ചിക്കാനുള്ള ഭാഗ്യം നീ എനിക്ക് തരണേ. എല്ലാം നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. നീ തന്നെ എല്ലാത്തിനും വഴി കാണണം. മനസ്സിലെ ഭാരങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം അവർ ആത്മാർത്ഥമായി തന്നെ ആ ശ്രീകോവിലിന് മുൻപിൽ നിന്നു പ്രാർത്ഥിച്ചു. മാലതി, ഒന്ന് നിന്നേ. അമ്പലത്തിൽ നിന്നിറങ്ങുമ്പോഴാണ് പിന്നിൽ നിന്നും ഒരു വിളി കേട്ടത്. തിരിഞ്ഞു നോക്കിയപ്പോൾ ശരത്തിൻ്റെ അമ്മ നിർമ്മലയാണ്. ആ, നീയും ഉണ്ടായിരുന്നോ അമ്പലത്തിൽ? ഞാൻ കണ്ടില്ലല്ലോ, മാലതിയമ്മ ചോദിച്ചു. ഞാനും ദേ ഇറങ്ങിയപ്പോഴാ നിന്നെ കണ്ടത്. അവരെ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് നിർമ്മലാമ്മ പറഞ്ഞു. എന്താണ് വിശേഷം? നല്ല സന്തോഷത്തിലാണല്ലോ. ശരത്തിൻ്റെ അമ്മയുടെ മുഖത്തെ സന്തോഷം കണ്ട് അജിത്തിൻ്റെ അമ്മ ചോദിച്ചു. സന്തോഷമുണ്ട് മാലതി. ശരത്തില്ലേ, അവൻ്റെ കല്യാണം ശരിയായി. നിർമ്മലാമ്മ ഒരു ചിരിയോടെ തന്നെ പറഞ്ഞു. ആണോ? എന്നിട്ട് അജിത്ത് ഒന്നും പറഞ്ഞില്ലല്ലോ. എന്തായാലും സന്തോഷം. മക്കൾക്കൊരു ജീവിതമാകുന്നതിനേക്കാൾ വലിയൊരു സന്തോഷം വേറെയുണ്ടോ? ശരത്തിനും പെണ്ണ് കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് വല്ലാത്ത സന്തോഷമായി. അജിത്തും അവനും ഒരുമിച്ച് നടക്കുന്നതല്ലേ. രണ്ടുപേരും എത്രയെത്ര പെണ്ണു കണ്ടു. അവസാനം രണ്ടുപേർക്കും ശരിയായല്ലോ. സമാധാനം. അധികമൊന്നും ആയില്ല. അവർക്കും സമ്മതമാണെന്ന് ഇന്നലെ വിളിച്ചു പറഞ്ഞിട്ടേയുള്ളൂ. അജിത്തിന് ചിലപ്പോൾ പറയാൻ വിട്ടുപോയതാകും. അല്ല, അജിത്തിൻ്റെ കാര്യം എന്തെങ്കിലും ആയോ? പറയുന്നതിൻ്റെ കൂട്ടത്തിൽ നിർമ്മലാമ്മ ചോദിച്ചു. ആ, അവൻ്റെ കാര്യവും ഒന്ന് ശരിയായി വന്നിട്ടുണ്ട്. അവർക്ക് താല്പര്യമാണ്. ഇനി ബാക്കി കാര്യം നോക്കണം. രാമേട്ടനാണ് കൊണ്ടുവന്നേ, അജിത്തിൻ്റെ അമ്മ പറഞ്ഞു. ആണോ? ഇതും രാമേട്ടൻ കൊണ്ടുവന്നതാ? ആ, എന്നാ പിന്നെ പേടിക്കണ്ട. നല്ല കൂട്ടരായിരിക്കും. അല്ലാത്തതൊന്നും രാമേട്ടൻ കാണിച്ചു തരില്ല. അല്ല, എവിടുന്നാ പെണ്ണ്? മുൻപോട്ട് നടക്കുന്നതിനിടയിൽ അജിത്തിൻ്റെ അമ്മ ചോദിച്ചു. ആലത്തൂര് നിന്ന. കുട്ടി ടീച്ചറാണ്. എൻ്റെ കയ്യിൽ ശരണ്യ അയച്ചു തന്ന ഫോട്ടോ ഉണ്ട്. അവൾക്ക് ശരത്ത് അയച്ചു കൊടുത്തതാ. ഞാനൊന്ന് നോക്കട്ടെ. ശരണ്യ ശരത്തിൻ്റെ ചേച്ചിയാണ്. അതും പറഞ്ഞ് ശരത്തിൻ്റെ അമ്മ ഫോണെടുത്ത് ഫോട്ടോ തിരയാൻ തുടങ്ങി. അവർ പറയുന്നത് കേട്ട് അജിത്തിൻ്റെ അമ്മയ്ക്ക് എന്തോ ഒരു വല്ലായ്മ തോന്നുന്നുണ്ടായിരുന്നു. പ്രതീക്ഷിക്കാത്ത എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നത് പോലെ. ഇന്നലെ രാമേട്ടനോട് വിളിച്ചു ചോദിക്കുന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ അജിത്തിനൊരു തപ്പിക്കളി ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ തന്നോടെന്തോ പറയാനും ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ആലോചിക്കുമ്പോൾ അവർക്കുള്ളിലെന്തോ ഒരു വല്ലായ്മ നിറഞ്ഞു നിന്നു. അങ്ങനെയൊന്നും ആയിരിക്കരുതേ എന്ന് ഒരു വേള അവർ പ്രാർത്ഥിച്ചു. ആ, കിട്ടി. ഇതാ ഫോട്ടോ. ഒരു ഫോട്ടോ എടുത്ത് അജിത്തിൻ്റെ അമ്മയ്ക്ക് നേരെ ഫോൺ നീട്ടിക്കൊണ്ട് ശരത്തിൻ്റെ അമ്മ പറഞ്ഞു. ഒരു നിമിഷം അവർക്ക് ആ ഫോണിലേക്ക് നോക്കാൻ പേടി തോന്നി. പിന്നെ പതിയെ ആ ഫോണിലേക്ക് നോക്കുമ്പോൾ അതിലെ ഡിസ്പ്ലേയിൽ തെളിഞ്ഞു കണ്ട ചിത്രം അവരുടെ പ്രതീക്ഷകളെല്ലാം തച്ചുടയ്ക്കുന്നതായിരുന്നു. അവരതിലേക്ക് തന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അതെ, അവൾ തന്നെ. നല്ല കുട്ടി. എന്താ പേര്? ചോദിക്കുമ്പോൾ മുഖത്തൊരു വല്ലായ്മയും വരാതിരിക്കാൻ അവർ ശ്രമിച്ചിരുന്നു. ധന്യ. നല്ല മോളാണ്. ശരത്തിൻ്റെ അമ്മ മറുപടി പറയുന്നത് കേട്ട് നെഞ്ചൊന്ന് പിടഞ്ഞു. പേരെങ്കിലും വേറെയായിരിക്കണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിച്ചിരുന്നു. എന്നാൽ അതും തകർന്നിരിക്കുന്നു. എങ്കിലും അവർ വരുത്തി തീർത്തൊരു പുഞ്ചിരി ശരത്തിൻ്റെ അമ്മയ്ക്ക് പകരം നൽകി. തിരിച്ചുള്ള യാത്രയിൽ ശരത്തിൻ്റെ അമ്മ എന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിലും അജിത്തിൻ്റെ അമ്മ വേറെ ഏതോ ലോകത്താണ്. അവർ എല്ലാത്തിനും വെറുതെ മൂളിക്കൊണ്ടിരുന്നു. കുറച്ചു ദൂരം മുൻപോട്ട് പോയതും അവർക്ക് പിരിയേണ്ട ഇടവഴി എത്തിയിരുന്നു. പരസ്പരം യാത്ര പറഞ്ഞ് ഇരുവരും പിരിഞ്ഞു. വീട്ടിലേക്ക് നടക്കുമ്പോൾ അജിത്തിൻ്റെ അമ്മയുടെ മനസ്സാകെ സംശയം കൊണ്ട് നിറഞ്ഞിരുന്നു. ആരാണ് ചതിച്ചത്? അജിത്തോ രാമേട്ടനോ?
അല്ലെങ്കിൽ രണ്ടുപേരും കൂടി ചേർന്നോ? ആണെങ്കിൽ തന്നെ എന്തിന്? അറിഞ്ഞേ പറ്റൂ, അവർ മനസ്സിൽ ഉറപ്പിച്ചു. രാത്രി അജിത്ത് വീട്ടിലേക്ക് വരുമ്പോൾ എന്നത്തെയും പോലെ അമ്മ അവനെയും കാത്ത് ഉമ്മറത്തിരിപ്പുണ്ട്. വണ്ടിയിൽ നിന്നിറങ്ങി ഉമ്മറത്തേക്ക് കയറുമ്പോഴാണ് അവൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കിയത്. എപ്പോഴത്തെയും പോലെയല്ല, ഇന്ന് അമ്മയുടെ മുഖം കുറച്ച് കനത്തിലാണ്. എന്തു പറ്റി? മുഖത്ത് വല്ല കടന്നലും കുത്തിയോ? വീർത്തുകെട്ടിയ അമ്മയുടെ മുഖം കണ്ട് അവൻ ചോദിച്ചു. അതുകേട്ട് അമ്മയൊന്ന് അവനെ തറപ്പിച്ചു നോക്കി. ഒന്നുമില്ല, ഈ കവിളിങ്ങനെ വീർത്തിരിക്കുന്നത് കണ്ട് ചോദിച്ചതാ. അവനൊരു നേർത്ത ചിരിയോടെ തന്നെ അമ്മയുടെ കവിളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. നിന്ന് കൊഞ്ചാതെ ചെന്ന് കുളിച്ചു വരാൻ നോക്ക് ചെറുക്ക, ഞാൻ കഴിക്കാനെടുത്തു വെക്കാം. പറഞ്ഞുകൊണ്ട് അമ്മ അവൻ്റെ കൈയെടുത്തു മാറ്റി. കയ്യിൽ പിടിച്ചിരുന്ന കവർ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് അവൻ അകത്തേക്ക് നടന്നതും അവൻ്റെ പിന്നാലെ അമ്മയും അകത്തേക്ക് ചെന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അവനോട് ചോദിക്കാമെന്ന് അവർ കരുതി. പുലർച്ചയ്ക്കെങ്ങോ ജോലിക്ക് പോയിട്ട് ഇപ്പോഴാണ് കയറി വരുന്നത്. ക്ഷീണം കാണും. ഇപ്പോൾ എന്തെങ്കിലും ചോദിച്ച് ഒന്നും കഴിക്കാതെ കിടന്നാൽ അത് തനിക്ക് തന്നെയാണ് സമാധാനക്കേട്. ഉറക്കം പോലും കിട്ടില്ല. അതുകൊണ്ട് ആദ്യം അത്താഴം കഴിക്കട്ടെ, എന്നിട്ട് മതി ചോദ്യവും പറച്ചിലുമൊക്കെ, അവർ കരുതി. അജിത്തും അത് തന്നെയായിരുന്നു കരുതിയിരുന്നത്. അത്താഴം കഴിച്ചിട്ട് അമ്മയോടെല്ലാം പറയാമെന്ന് കരുതി. അല്ലെങ്കിൽ പിന്നെ ഒന്നും രണ്ടും പറഞ്ഞ് അമ്മ കഴിക്കാതെ കിടന്നാലോ? ചോറ് കഴിക്കുമ്പോൾ അജിത്ത് എന്തൊക്കെയോ അമ്മയോട് പറയുന്നുണ്ട്. പക്ഷെ അമ്മ എന്നത്തെയും പോലെ അവനോടധികം സംസാരിക്കുന്നില്ല. എല്ലാത്തിനും വെറുതെ ഒന്ന് മൂളുന്നതേയുള്ളൂ. അതിൽ നിന്നും തന്നെ അമ്മയ്ക്കെന്തോ കാര്യമായി പറ്റിയിട്ടുണ്ടെന്ന് അജിത്തിന് മനസ്സിലായി. തീർച്ചയായും അത് ആലത്തൂരിൽ നിന്ന് വന്ന ആലോചനയുടെ പേരിലായിരിക്കുമെന്നും അവന് ഉറപ്പായിരുന്നു. അല്ലാതെ പ്രത്യേകിച്ച് വേറെ കാരണങ്ങളൊന്നുമില്ല. രാവിലെ എന്തായിരുന്നു പറയാൻ വന്നതെന്ന് അമ്മ മനഃപൂർവ്വം ചോദിച്ചില്ല. അവനായി തന്നെ ഇങ്ങോട്ട് പറയുമോ എന്നറിയാനായി അവർ നോക്കിയിരുന്നു. അമ്മേ, ഞാനും വരാം പാത്രം കഴുകാൻ. കഴിച്ചു കഴിഞ്ഞ് കഴുകാനായി പാത്രമെല്ലാം എടുത്ത് അടുക്കളയിലേക്ക് പോകുമ്പോൾ അവൻ പറഞ്ഞു. ഓ വേണ്ട, ഇത് 2 പ്ലേറ്റും ഗ്ലാസുമല്ലേ, ഞാൻ തന്നെ കഴുകിക്കോളാം. അമ്മ അവനെ തടഞ്ഞു. അവൻ കൈ കഴുകിയ ശേഷം ഉമ്മറത്തേക്ക് നടന്നു. ഉമ്മറത്തെ തിണ്ണയിൽ വെറുതെ പുറത്തേക്കും നോക്കി അങ്ങനെയിരുന്നു. അമ്മ പാത്രമെല്ലാം കഴുകി അടുക്കളയിലെ ലൈറ്റും ഓഫാക്കി ഹാളിലേക്ക് വന്നതും കണ്ടു തുറന്നു കിടക്കുന്ന ഉമ്മറത്തെ വാതിൽ. അജിത്ത് ചെന്ന് കിടന്നിട്ടുണ്ടാകുമെന്നാണ് അമ്മ കരുതിയത്. അമ്മ അവനരികിലേക്ക് ചെന്നു. നീ കിടന്നില്ലേ ഇതുവരെ? അമ്മ ചോദിച്ചത് കേട്ട് അവനൊന്ന് തിരിഞ്ഞു നോക്കി. അമ്മ ഇവിടെ വന്നിരുന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അവൻ തനിക്കരികിൽ കൈവച്ച് വിളിച്ചുകൊണ്ട് അമ്മയോട് പറഞ്ഞു. അതെ, താൻ വിചാരിച്ചതുപോലെ തന്നെ അവൻ തന്നോടെല്ലാം തുറന്നു പറയാൻ പോവുകയാണ്. കാര്യം ആദ്യമേ അറിഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് കേൾക്കുന്ന ആ ഒരു ഞെട്ടലുണ്ടാകില്ല, അവരോർത്തു. അമ്മേ, രാമേട്ടൻ പറഞ്ഞ ആ ആലോചനയില്ലേ, ആലത്തൂരുള്ള, അത് നടക്കില്ലമ്മേ. അവൻ പറഞ്ഞതും അമ്മയൊന്ന് മൂളി. അവൻ അമ്മയെ ഒന്ന് നോക്കി. പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നുമില്ലാതെ അമ്മ ഇരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കേണ്ട സമയം കഴിഞ്ഞു. അമ്മേ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? താൻ പറഞ്ഞത് അമ്മ ശ്രദ്ധിച്ചിട്ടില്ലെന്ന് കരുതി അവൻ ചോദിച്ചു. കേട്ടതുകൊണ്ടല്ലേ മൂളിയത്? അമ്മ തിരിച്ചു പറഞ്ഞു. അവനൊന്ന് നെടുവീർപ്പിട്ടു. അമ്മേ, ഞാൻ പറയുമ്പോൾ അമ്മയ്ക്ക് എത്രത്തോളം മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ചിന്തിക്കാനേ പറ്റുള്ളൂ. എന്നുവെച്ച് ഞാൻ വിവാഹം കഴിക്കില്ലെന്നല്ല. സമയമാകട്ടെ. അപ്പോൾ എനിക്ക് പറ്റിയ, എൻ്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്ന ആളെ ഞാൻ കൂടെ കൂട്ടിയിരിക്കും, ഉറപ്പ്. പക്ഷേ അതുവരെ അമ്മ എന്നെ നിർബന്ധിക്കരുത്. അവൻ പറയുമ്പോൾ അമ്മ അവനെ കണ്ണെടുക്കാതെ നോക്കി നിന്നുപോയി. എവിടെയും തൊടാതെയുള്ള അവൻ്റെ സംസാരത്തിൽ നിന്നും അവർക്കൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. എന്നാൽ എന്തൊക്കെയോ പറയാതെ പറയുന്ന പോലെ. അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ കിടന്ന് പുകയുന്നുണ്ടെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ അവരൊന്നും അവനോട് പറഞ്ഞില്ല. വെറുതെ അവനെ നോക്കി കണ്ണു നിറച്ചതേയുള്ളൂ. അതുകണ്ട് അവൻ അമ്മയുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. എന്തിനാ സങ്കടപ്പെടുന്നേ? എല്ലാം ശരിയാകും. അമ്മ ആഗ്രഹിക്കുന്നത് പോലെ അമ്മ എൻ്റെ മക്കളെ കളിപ്പിക്കും. അവരെ മാത്രമല്ല, അവരുടെ മക്കളെയും, ഉറപ്പ്. അവനൊരു നേർത്ത ചിരിയോടെ പറഞ്ഞതും അമ്മയുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു. പോടാ അവിടുന്ന്. അവർ ചിരിച്ചുകൊണ്ട് അവൻ്റെ കയ്യിൽ പതിയെ തല്ലി. അവനൊന്ന് ചിരിച്ചു. പിന്നെ അമ്മയെ ഒന്ന് നോക്കി. അല്ല അമ്മേ, ഞാനിത് പറഞ്ഞിട്ടും അമ്മയെന്താ ഞെട്ടാതിരുന്നേ? അവനത് ചോദിച്ചതും അമ്മ അവനെ നോക്കി ഒന്ന് ചിരിച്ചു. ഒരു പ്രാവശ്യം ഞെട്ടിയാൽ പോരെ? അത് ഞാൻ രാവിലെയേ ഞെട്ടി. ഒരു ചിരിയോടെ തന്നെ അമ്മ പറഞ്ഞതും അവനൊന്ന് ഞെട്ടി.
എന്ത്? എങ്ങനെ? അവരൊരു സംശയത്തോടെ തന്നെ ചോദിച്ചു. ധന്യ നല്ല കുട്ടിയാ, ശരത്തിന് നന്നായി ചേരും അല്ലേടാ? അമ്മ അവനോട് തിരിച്ച് അതാണ് ചോദിച്ചത്. അങ്ങനെ ഒരു ചോദ്യം അവൻ അമ്മയിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ അവൻ ശരിക്കും ഞെട്ടിയിരുന്നു. അമ്മ എങ്ങനെ അറിഞ്ഞു? അവൻ ചോദിച്ചു. ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയി വരുമ്പോൾ നിർമ്മലയെ കണ്ടിരുന്നു. ശരത്തിന്റെ കല്യാണം ശരിയായെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അതെന്റെ മരുമകളാകുമെന്ന്. ഞാൻ കരുതിയ കുട്ടിയായിരിക്കുമെന്ന്. ഞാനും പറഞ്ഞു എൻ്റെ മോനും കല്യാണം ശരിയായെന്ന്. പക്ഷേ അതെല്ലാം വെറുതെയായി. അമ്മ അങ്ങനെ പറഞ്ഞതും അജിത്ത് ഒന്ന് വല്ലാതെയായി. അമ്മേ, അജിത്ത് എന്തോ പറഞ്ഞു വന്നതും അമ്മ അവനെ നോക്കി ഒന്ന് ചിരിച്ചു. സാരമില്ലടാ, അമ്മയ്ക്ക് മനസ്സിലാവും. എൻ്റെ കുഞ്ഞിന് എന്തൊക്കെയോ സങ്കടങ്ങളുണ്ട്. അതെല്ലാം വേഗം മാറും. എന്നിട്ട് മതി കല്യാണമൊക്കെ. അതുവരെ അമ്മ ഇനി ഒന്നിനും നിർബന്ധിക്കില്ല. പറഞ്ഞുകൊണ്ട് അമ്മ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. അമ്മേ, സമയം ഒത്തിരിയായി, ചെന്ന് കിടക്ക്. നാളെ നേരത്തെ എഴുന്നേൽക്കേണ്ടതല്ലേ? പറഞ്ഞുകൊണ്ട് അമ്മ എഴുന്നേറ്റ് അകത്തേക്ക് നടക്കാൻ ഒരുങ്ങിയതും അവൻ വീണ്ടും അമ്മയുടെ കയ്യിൽ പിടിച്ചു. അമ്മ ഇവിടെ ഇരിക്കി, ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. അവൻ അമ്മയെ അവൻ്റെ അരികിൽ തന്നെ ഇരുത്തി. അവരവനെ തന്നെ ഒന്ന് നോക്കി. അമ്മേ, ഞാനിത് പറയുമ്പോൾ അമ്മ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനേ പറ്റുന്നുള്ളൂ. അമ്മയ്ക്ക് തന്നെ അറിയാലോ, അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഞാൻ കാരണമാണ് ആ പെണ്ണിൻ്റെ ഭർത്താവ് മരിച്ചത്. അവൾക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു തുണ അയാളായിരുന്നു. കുടിച്ചു വന്ന് അവളെ പലപ്പോഴും ഉപദ്രവിക്കുമായിരുന്നെങ്കിലും ആരുടെയും പുഴുത്ത നോട്ടവും വാക്കുകളും ഏൽക്കാതെ അവൾക്ക് ജീവിക്കാമായിരുന്നു. അവളും അന്ന് പറഞ്ഞു അവളോട് ഇങ്ങനെയൊക്കെയാണെങ്കിലും അവളുടെ കുഞ്ഞിന് അയാൾ നല്ല ഒരു അച്ഛനായിരുന്നു എന്ന്. ആ കുട്ടിക്ക് അയാൾ ജീവനായിരുന്നു. അയാൾക്കും അതെ. ഇപ്പോഴും ആ കുട്ടി ചോദിക്കുന്നു, അച്ഛൻ എവിടെ പോയി അമ്മേ എന്ന്. അവൾക്ക് പറയാൻ പറ്റുമോ, മോളെ, അച്ഛൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന്? മോൾക്ക് കളിപ്പാട്ടം വാങ്ങാനായി ദൂരെ ഒരു നാട്ടിൽ പണിക്ക് പോയിരിക്കുകയാണെന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ വിശ്വസിപ്പിച്ചിരിക്കുകയാണ് അവള്. അപ്പോൾ ആ കുട്ടി പറയും പോലും അവൾക്ക് കളിപ്പാട്ടം ഒന്നും വേണ്ട, അച്ഛൻ വന്നാൽ മതിയെന്ന്. അവൻ്റെ ഓർമ്മകൾ ഒരു നിമിഷം അവളും കുഞ്ഞും മാത്രമുള്ള ആ ചെറിയ വീട്ടിലേക്ക് എത്തി നിന്നു. അവസാനം അവൾ കരഞ്ഞതും കുഞ്ഞ് അവളുടെ കണ്ണീര് തുടച്ചു കൊടുത്തതും തൻ്റെ മടിയിൽ തൻ്റെ നെഞ്ചോട് ഒതുങ്ങി ആ കുഞ്ഞ് ഇരുന്നതും അവൾക്ക് ചായയും ബിസ്ക്കറ്റും കൊടുത്തതും ബിസ്ക്കറ്റ് പറ്റിപ്പിടിച്ചിരുന്ന ആ കുഞ്ഞു ചുണ്ട് തുടച്ചു കൊടുത്തതും അവസാനം തൻ്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് ആ കുഞ്ഞ് തൻ്റെ കവിളിൽ ചുണ്ട് ചേർത്തതും എല്ലാം അവൻ ഓർത്തെടുത്ത് പറഞ്ഞു. ആ കുഞ്ഞിനെയും അവളെയും പറ്റി പറയുമ്പോൾ അവൻ്റെ വാക്കുകളിലും ഭാവത്തിലും കുറ്റബോധവും സങ്കടവും ഉള്ളതോടൊപ്പം ആ കുഞ്ഞിനോടുള്ള അതിയായ വാത്സല്യം കൂടി നിറഞ്ഞു നിൽക്കുന്നതായി അവൻ്റെ അമ്മയ്ക്ക് തോന്നി. എല്ലാം കേട്ടപ്പോൾ അമ്മയുടെ നെഞ്ചും വിങ്ങി. അമ്മയ്ക്കും ആകെ വല്ലാതെയാകുന്നുണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ആ പെണ്ണിൻ്റെ ഭർത്താവിനെ നഷ്ടമായത്, ആ കുഞ്ഞിൻ്റെ അച്ഛനെ നഷ്ടമായത് ഞാൻ ഓടിച്ചിരുന്ന ബസ്സിനടിയിൽപ്പെട്ടാണ് അമ്മേ. അത് ആലോചിക്കുമ്പോൾ എനിക്കിപ്പോഴും സമാധാനത്തോടെ ഒന്ന് കിടന്നുറങ്ങാൻ പോലും പറ്റുന്നില്ല. എൻ്റെ മനസ്സിലെ വേദന എത്രമാത്രമാണെന്ന് അമ്മയ്ക്കറിയോ? ഞാൻ എന്തു ചെയ്യും? ഞാൻ ആരോട് ഇതൊക്കെയൊന്ന് പറയും? എനിക്ക് പറയാൻ അമ്മ മാത്രമല്ലേ ഉള്ളൂ. അമ്മ ഞാൻ പറയുന്നത് കേൾക്കണം, എന്നിട്ട് എൻ്റെ കൂടെ നിൽക്കണം. അവൻ പറയുമ്പോൾ അമ്മ അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. അതു കണ്ട് അവർക്ക് വല്ലാത്ത വേദന തോന്നി. അന്ന് അമ്മയോട് ഞാൻ പറഞ്ഞില്ലേ രാമേട്ടനോട് സമ്മതം പറഞ്ഞേക്കൂ എന്ന്? അതുവരെയും ഇങ്ങനെയൊന്ന് എൻ്റെ മനസ്സിലില്ലായിരുന്നു. അമ്മയുടെ നിർബന്ധത്തോടെയാണെങ്കിലും ധന്യയെ കൂടെ കൂട്ടാം, എന്നിട്ട് അവളും ഒത്തൊരു ജീവിതം തുടങ്ങാം എന്നെല്ലാം കരുതിയിരുന്നു. ഹരികൃഷ്ണൻ്റെ വീട്ടിൽ ചെല്ലുന്നതുവരെ അത് മാറ്റി പറയണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ഞാൻ കരുതിയത് അവിടെ എല്ലാവരും ഉണ്ടാകുമെന്നാ. എന്നാൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവളുടെ വീട്ടുകാരും അവൻ്റെ വീട്ടുകാരും ആരും. അവളും ആ പൊടിക്കുഞ്ഞും മാത്രം. അവിടേക്ക് ചെല്ലുമ്പോൾ വഴി ചോദിച്ച ആള് പറഞ്ഞിരുന്നു, ആരെയും പേടിക്കാതെ ആരുടെയും വേണ്ടാത്ത നോട്ടവും വാക്കുകളും ഏൽക്കാതെ അവൾക്ക് കഴിയാനുള്ള ധൈര്യമായിരുന്നു ഹരിയെന്ന്. ആ ധൈര്യമാണ് ഇപ്പോൾ പോയതെന്നും. അവിടെ ചെന്നപ്പോൾ അവളും പറഞ്ഞ കാര്യം അത് തന്നെ. കൂട്ടത്തിൽ വീട് ജപ്തിയുടെ വക്കിലും എത്തിയിരിക്കുന്നു. അവളുടെ തോളിൽ കിടന്നുറങ്ങിയിരുന്ന ആ പൊടിക്കുഞ്ഞിൻ്റെ മുഖം മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. ഞാൻ കാരണം അനാഥരായിപ്പോയ അവരുടെ ജീവിതം എവിടെയെങ്കിലും ഒരു കരയ്ക്ക് എത്തിച്ചിട്ട് മതി എനിക്കൊരു ജീവിതം തുടങ്ങുന്നത് എന്ന് ഞാൻ കരുതി. അപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊരു ചിന്ത പോലും ഉണ്ടായിരുന്നില്ല. അവരുടെ വീടിൻ്റെ ജപ്തി ഒഴിവാക്കി കൊടുക്കണം, അവൾക്കൊരു ജോലി ശരിയാക്കി കൊടുക്കണം.
അത്ര മാത്രമേ കരുതിയിരുന്നുള്ളൂ. എന്നാൽ അന്ന് രണ്ടാമതും ആ വീട്ടിൽ ചെന്നപ്പോൾ തൻ്റെ നെഞ്ചോട് പതുങ്ങിയിരുന്ന ആ കുഞ്ഞിനെ ആലോചിക്കുമ്പോൾ, അച്ഛൻ എവിടെയെന്ന് ചോദിച്ചു കരയുന്ന ആ കുഞ്ഞിനെ ഓർക്കുമ്പോൾ എനിക്ക് വിട്ടുകളയാൻ തോന്നുന്നില്ലമ്മേ. ഞാൻ എൻ്റെ ഉള്ളിൽ അവസാനം എത്തുമ്പോഴേക്കും അവൻ്റെ വാക്കുകളും ഇടറിയിരുന്നു. നീ എന്താ മോനെ പറഞ്ഞു വരുന്നേ? അവനെ തന്നെ നോക്കിക്കൊണ്ടിരുന്ന അമ്മ ഒരു ഞെട്ടലോടെ അവനോട് ചോദിച്ചു. അറിയില്ലമ്മേ, എനിക്ക് അവരെ വേണമെന്ന് തോന്നുന്നു. ഞാൻ കാരണം ജീവിതം ഇല്ലാതായി പോയവർക്ക് എൻ്റെ ജീവിതം തന്നെ കൊടുക്കാൻ തോന്നുന്നു. ആ കുഞ്ഞിനെ എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ തോന്നുന്നു. ഒരച്ഛന് തൻ്റെ കുഞ്ഞിനോട് തോന്നുന്നത് പോലെ. ഞാൻ ആ കുഞ്ഞിൻ്റെ അച്ഛനാണെന്ന പോലെ തോന്നുക അമ്മേ. ഇല്ലെങ്കിൽ എവിടെ ചെന്നാലും ആരുടെ കൂടെ ജീവിച്ചാലും എനിക്ക് സമാധാനമുണ്ടാകില്ല. ഞാൻ എന്നും ഇങ്ങനെ ഉരുകി എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. എനിക്ക് അല്പമെങ്കിലും സമാധാനം കിട്ടണമെങ്കിൽ, മര്യാദയ്ക്കൊന്ന് ഉറങ്ങണമെങ്കിൽ അവരെൻ്റെ കൂടെ വേണം. അവർക്ക് നല്ലൊരു ജീവിതം കിട്ടണം അമ്മേ. പറയുമ്പോഴേക്കും അവൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ ഇറ്റു വീണിരുന്നു. അവൻ്റെ ഉള്ളിലെ തീ എത്രമാത്രം ഉണ്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു ആ സമയം. അവരവൻ്റെ കയ്യിലൊന്ന് പിടിച്ചു. അമ്മേ, എൻ്റെ സന്തോഷമാണ് അമ്മ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതിന് സമ്മതിക്കണം. അമ്മ സമ്മതിക്കാതെ, അമ്മയുടെ ഇഷ്ടവും അനുഗ്രഹവും ഇല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് അമ്മയ്ക്ക് അറിയാലോ. ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഉരുകി ചത്തുപോകും. അവൻ പറഞ്ഞതും അമ്മയുടെ ഉള്ളിലൊരു വെള്ളിടി വെട്ടി. ആ അപകടത്തിന് ശേഷം അവനിലുണ്ടായ മാറ്റം തന്നെ അത്രയേറെ ഭയപ്പെടുത്തിയിരുന്നു. പതിയെയാണ് അവൻ അതിൽ നിന്നും കുറച്ചെങ്കിലും ഒന്ന് ശരിയായി വന്നത്. അത് അവൻ്റെ മനസ്സ് അത്രമേൽ നിഷ്കളങ്കമായതുകൊണ്ടാണെന്ന് അറിയാം. താൻ എന്താണ് പറയേണ്ടത്? അവർക്ക് ഒരെത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഈ ചെറുപ്രായത്തിൽ ഒരു പൊടി കുഞ്ഞിനെയും കൊണ്ട് ഒരാശ്വാസവാക്ക് പറയാൻ പോലും ആരുമില്ലാതെ ആ പെണ്ണ് എങ്ങനെ ജീവിക്കും? താനും ആ അവസ്ഥയിലൂടെ തന്നെ കടന്നു വന്നതല്ലേ. ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു പെണ്ണിന് നേരെ ആണുങ്ങളുടെ നോട്ടവും വാക്കുകളും പലതരത്തിലുള്ളതായിരിക്കും. രാത്രിയുടെ മറപറ്റി അവരവരുടെ ആവശ്യം നേടിയെടുക്കാനായി വരും. ആ കുഞ്ഞ് എങ്ങനെ അതിനെയെല്ലാം അതിജീവിക്കും? അവർ ആലോചിച്ചു. എനിക്കെന്നും സഹായവുമായി അവിടെ പോകാൻ പറ്റുമോ? ആളുകൾ അത് പലതരത്തിലും പറഞ്ഞുണ്ടാക്കും. അത് ആ പെണ്ണിന് തന്നെയാണ് കേട്. 10 ആളുകൾ 10 ഭാഗത്തു നിന്ന് അവളെപ്പറ്റി വേണ്ടാതീനം പറഞ്ഞാൽ ഒരു പക്ഷേ ആ പെണ്ണ് അത് കേട്ടു നിന്നെന്ന് വരില്ല. അവസാനം മനം മടുത്ത് ആ പെണ്ണ് എന്തെങ്കിലും ചെയ്തു പോയാൽ എനിക്കത് ആലോചിക്കാൻ പോലും വയ്യ. അമ്മയും ആലോചിച്ചു കൊണ്ടിരുന്നത് അതുതന്നെയാണ്. പക്ഷേ അവൻ്റെ നാവിൽ നിന്നും വെട്ടിത്തുറന്ന് അങ്ങനെ കേട്ടപ്പോൾ അമ്മയാകെ വല്ലാതെയായി. അമ്മയ്ക്ക് മനസ്സിലാകും മോനെ. അമ്മയും ആ അവസ്ഥയിലൂടെയൊക്കെ കടന്നു വന്നതല്ലേ. അമ്മയ്ക്ക് പിടിച്ചു നിൽക്കാനുള്ള ധൈര്യമുണ്ടായിരുന്നു. ഒരു പക്ഷേ ആ കുട്ടിക്ക് അത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം അമ്മയ്ക്ക് ചുറ്റും സഹായിച്ചാലും ഇല്ലെങ്കിലും പറയാൻ ബന്ധുക്കളെങ്കിലും ഉണ്ടായിരുന്നു. അവൾക്ക് അതുപോലുമില്ല. അതുകൊണ്ട് മോൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തോ. അമ്മയ്ക്ക് സന്തോഷമേയുള്ളൂ. ഒരു പക്ഷേ മോന് അവൾക്കൊരു ജീവിതം കൊടുക്കാൻ പറ്റിയാൽ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും ഈ അമ്മ തന്നെയായിരിക്കും. അമ്മ അവൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ അമ്മയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു. അവൻ അവരെ പുണർന്നു. അമ്മയുടെ വിരലുകൾ അവൻ്റെ മുടിയിലൂടെ തഴുകുമ്പോൾ രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. പക്ഷേ പെട്ടെന്ന് വേണ്ട അമ്മേ. അവളുടെ ഭർത്താവ് മരിച്ചിട്ട് ഇത്ര ആയിട്ടല്ലേ ഉള്ളൂ. പെട്ടെന്ന് നമ്മൾ ഇതും പറഞ്ഞു പോയാൽ അവൾക്ക് നമ്മളെക്കുറിച്ച് തെറ്റായിട്ട് എന്തെങ്കിലും തോന്നിയാലോ. അതുകൊണ്ട് കുറച്ച് ദിവസം കഴിയട്ടെ. അവൾക്ക് ജോലി ശരിയാകുമോ ഇല്ലയോ എന്ന് നോക്കാം, എന്നിട്ട് പറയാം. അമ്മയിൽ നിന്നും അകന്നു മാറാതെ തന്നെ അവൻ പറഞ്ഞതും അത് ശരിയെന്ന പോലെ അമ്മയും ഒന്ന് മൂളി. മോനെ, ഒന്ന് നിന്നേ. പിറ്റേന്ന് ജോലിക്ക് പോകുവാൻ വേണ്ടി ഇറങ്ങുകയായിരുന്നു അവൻ. ഉമ്മറത്തെത്തിയ അവൻ അമ്മ പറഞ്ഞത് കേട്ട് ഒന്ന് തിരിഞ്ഞു നോക്കി. എന്താ അമ്മേ? അവൻ ചോദിച്ചു. അത് എനിക്ക് അവരെ ഒന്ന് കാണണമെന്നുണ്ട്. അമ്മ പറഞ്ഞതും അവൻ അമ്മയെ ഒന്ന് നോക്കി. അതിനെന്താ, പോകാലോ. ഞാനും കരുതിയിരുന്നു അമ്മയെയും കൂട്ടി അവിടം വരെ ഒന്ന് പോകണമെന്ന്. അവൾക്കതൊരു ആശ്വാസാകും. പിന്നെ അവളെയും കുഞ്ഞിനെയും അമ്മ കാണുകയും വേണമല്ലോ. അവൻ പറഞ്ഞതും അമ്മയുടെ മുഖമൊന്ന് വിടർന്നു. പക്ഷേ ഇന്ന് പറ്റില്ലമ്മേ, നോക്കിയിട്ട് നാളെ പോകാം. അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ ബസ്സിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ടാണെന്ന് അവർക്ക് മനസ്സിലായി. അവരങ്ങനെ മതിയെന്ന് തലയാട്ടി. ആയിക്കോട്ടെ, നിന്റെ സമയം പോലെ മതി. എന്നാൽ അധികം വൈകരുത്. എനിക്കവരെ എത്രയും പെട്ടെന്ന് തന്നെ കാണണം. അവർ പറഞ്ഞതും അവൻ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ ഒന്ന് തലയാട്ടി. അവരെ കാണുവാൻ അമ്മയ്ക്ക് അതിയായ ആഗ്രഹമുണ്ടെന്ന് അവന് മനസ്സിലായിരുന്നു. എന്നാ ശരി, ഞാൻ ഇറങ്ങുക.
പറഞ്ഞുകൊണ്ട് അവനിറങ്ങി ചെരുപ്പിട്ട് ബൈക്കിനരികിലേക്ക് നടന്നു. അവൻ്റെ ബൈക്ക് കണ്ണിൽ നിന്നും മറഞ്ഞതും അമ്മ വാതിലടച്ച് അകത്തേക്ക് വന്നു.